നമ്മൾ ഒരുമിച്ച് കൂടുവാനൊക്കെയും കർത്താവ് നമ്മുടെ മേൽ ചെയ്ത എല്ലാ കരുണയ്ക്കായും കൃപയ്ക്കായും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വരവിനോട് വളരെ അടുക്കുന്ന എല്ലാ സംഭവങ്ങൾ രാഷ്ട്രീയ മേഖലകളിലും രാജ്യത്തിൻ്റെയും ലോകരാഷ്ട്രങ്ങളുടെ എല്ലാ പശ്ചാത്തലങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം കർത്താവിൻ്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. സ്വർഗം നമ്മളതിനെ വ്യക്തിപരമായി ഒരുക്കി നമ്മൾ കാത്തിരിക്കുവാനായിട്ട് സ്വർഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. ഇന്ന് പകൽ നേരം നമുക്ക് ചില വചനങ്ങളെ നമുക്ക് ദൈവസന്നിധി നമുക്ക് ചിന്തിച്ച് നമുക്ക് ദൈവസന്നിധി താണിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകളെ ഞാൻ ഇന്ന് പകൽ നേരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയം എന്ന് പറയുന്നത് റോമാലേഖനം സ്തോത്രം 11-ാം അധ്യായമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ഒട്ടിച്ചു ചേർത്ത കൊമ്പുകളെ കുറിച്ച് നമ്മൾ വളരെ ചിന്തിച്ചു. സ്തോത്രം. നമ്മളങ്ങനെ കാട്ടുമരമായിരുന്ന നമ്മളെ ഓരോരുത്തരെയും വെട്ടിയെടുത്ത് നല്ല മരത്തോട് നല്ല അംശത്തോട് ചേർത്തൊട്ടിച്ചു, ക്രിസ്തുവിനോട് കൂടെ ചേർത്തൊട്ടിച്ചു. എന്നാൽ സ്വാഭാവിക കൊമ്പായിരുന്ന ഇസ്രായേല് അവിശ്വാസത്താൽ മുറിഞ്ഞുപോയി. അപ്പോൾ നമ്മളോട് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഞെളിയാതെ സ്തോത്രം ദൈവകൃപയിൽ സ്തോത്രം നിങ്ങൾ ആശ്രയിക്കണം, സ്തോത്രം ഭയപ്പെടണം എന്ന് പറയുന്നു. അപ്പോൾ ഭയപ്പെടണം എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. വളരെ ആഴത്തിലുള്ള വിഷയങ്ങളായിരുന്നു നമ്മൾ കാണുവാൻ ഇടയായി തീർന്നത്. നമ്മൾ ഇന്നിവിടെ ഇന്ന് പകൽ നേരം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് പകൽ നേരം ചിന്തിക്കുകയാണ്. റോമാലേഖനം സ്തോത്രം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ സ്തോത്രം ഒത്തിരി വിശേഷിച്ച് മനുഷ്യനെ നീതീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. സ്തോത്രം. ഇസ്രായേൽ ജനം കർത്താവിനെ തള്ളിക്കളഞ്ഞപ്പോൾ അവർക്ക് സ്തോത്രം അവർ അവിശ്വാസത്താൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ദൈവകൃപയിൽ നിന്ന് വീണുപോയി. അപ്പോൾ അവർ തള്ളിക്കളഞ്ഞ ക്രിസ്തു ജാതികളാകുന്ന സകല മനുഷ്യർക്കും പാളയത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം സകല മനുഷ്യർക്കും രക്ഷയായി തീർന്നു. നമ്മൾ ആ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അപ്പോൾ ആ പദ്ധതിയിലേക്ക് വരുമ്പോൾ കർത്താവ് ചെയ്യുന്നൊരു കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദൈവം എങ്ങനെയാണ് ഒരു വലിയൊരു പദ്ധതിക്കകത്തേക്ക് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടുത്തുന്നത്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കാം. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കതിന്റെ സ്തോത്രം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചാട്ടെ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടിട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാമം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്ന്. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വാക്യമാണ്. നമ്മൾ ഇന്നത്തെ പ്രസംഗത്തിന്റെ അകത്തും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ച ആ വാക്യം. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. ആമേൻ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ വരുത്തും. നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ നേരം തിരിച്ചറിയണം, ദൈവം തന്റെ കാര്യപരിപാടി ചെയ്യുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടരും ദൈവത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടരും ദൈവത്തിന്റെ മുമ്പാകെ ഉണ്ട്. ഈ ഭൂമിയിലും ദൈവത്തിന്റെ കാര്യപരിപാടിയിലേക്ക് വരുമ്പോൾ സ്തോത്രം തന്നെ അനുസരിക്കുന്ന ഒരുവരും അനുസരിക്കാത്ത ഒരുവരുമുണ്ട്. അപ്പോൾ അനുസരിക്കാത്തവരുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട്? അവരനുസരിച്ചിരുന്നവരായിരുന്നെങ്കിൽ, ഒരിക്കൽ ദൈവകൃപയിൽ ഇരുന്നവരാണെങ്കിൽ അവരുടെ ഇടയിൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിന്റെ പ്രസക്തി ആ നിലവാരത്തിലായിരുന്നു.
യഹൂദന്മാരെ കുറിച്ചാണ് ഇത് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവർക്ക് ന്യായപ്രമാണം ലഭിച്ചു, എന്നാൽ അവർ ആ ന്യായപ്രമാണത്തിൽ സ്തോത്രം രക്ഷകനായി വന്ന ക്രിസ്തുവിനെ അവർക്ക് കാണുവാൻ സാധിച്ചില്ല. ന്യായപ്രമാണത്തിൽ അവർ പ്രവർത്തികളാൽ ദൈവസന്നിധിയിലേക്ക് വന്നു വിശ്വസിച്ചില്ല. അപ്പോൾ വിശ്വസിച്ചാൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ. ഈ വിഷയമാണ് നമ്മൾ തുടർമാനം നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ എരിവ് വരുത്തുന്നത് ആർക്കാണ്? യഹൂദന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിലും ഇന്ന് ഈ വിഷയം ഞാൻ എടുക്കാൻ കാരണം എരിവ് വരുത്തുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് നമ്മൾ ഇന്ന് പകൽ നേരം നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവം എരിവ് വരുത്തും. ആമേൻ. ആർക്കാണ് എരിവ് വരുത്തുന്നത്? ദൈവം ആരെയാണോ രക്ഷിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്, ആരെയാണോ വീണ്ടെടുക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്, ആരെയാണോ ശുദ്ധീകരിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്, ആരെയാണോ പണിതെടുക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്, ആരെയാണോ വളർത്തിയെടുക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്, അവർക്ക് എരിവ് വരുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ദൈവത്തിന്റെ ആ കാര്യപരിപാടി ഒരുവരിൽ വെളിപ്പെടുത്തുമ്പോൾ സ്തോത്രം എരിവ് വന്നു കഴിയുമ്പോൾ ദൈവിക വിഷയങ്ങളോട് പ്രതികരിക്കുവാൻ തുടങ്ങും. അപ്പോൾ എരിവ് വരുത്തുന്ന ദൈവത്തെ നമ്മളൊന്ന് രുചിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. ആമേൻ. എരിവ് വരുത്തുന്ന ദൈവത്തെ നമ്മളൊന്ന് രുചിച്ചറിയുവാൻ ഇടയായി തീരണം. ആമേൻ. കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ നേരം ഈ വചനം ശ്രദ്ധിക്കണം. എരിവ് വരുത്തുന്ന ദൈവത്തെ നമ്മളൊന്ന് അറിയാൻ പോവുകയാണ് ഇന്ന് പകൽ നേരം. നമ്മൾ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 10:1 മുതൽ നമുക്കൊന്ന് വായിക്കാം. 10-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ആമേൻ. വായിച്ചാട്ടെ. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യഹൂദന്മാർ രക്ഷ പ്രാപിക്കണം, അവര് രക്ഷിക്കപ്പെടണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പൗലോസ് പറയുന്നു. ആമേൻ. സ്തോത്രം. 11-ാം അധ്യായത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വല്ല വിധേന ഒരുത്തരെങ്കിലും നേടാമെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ സ്പർദ്ധയ്ക്കായിട്ടാണെങ്കിലും ഞാൻ സംസാരിക്കുന്നു. അത് അങ്ങനെ സ്പർദ്ധ ജനിപ്പിച്ചിട്ടാണെങ്കിലും ഒരു യഹൂദനെങ്കിലും നേടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 10-ാം അധ്യായം ഇവിടെ ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? അവിടെ പറയുന്നത്, സഹോദരൻ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ അപേക്ഷയും പ്രാർത്ഥനയും യഹൂദന്മാർ പ്രമാണം ലഭിച്ചവരാണെങ്കിലും ഇപ്പോൾ ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാര്യം മോശയുടെ ന്യായപ്രമാണങ്ങളും കൽപ്പനകളെയും പിതാക്കന്മാരെയും വാഗ്ദത്തങ്ങളെയും ഓർക്കുമ്പോൾ ഇതിന്റെ എല്ലാം പൂർണ്ണ ന്യായപ്രമാണത്തിന് ശേഷം വന്ന പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് അവർ ആത്മീകമായി തളർന്നു കിടക്കുകയാണ്. അവർക്ക് അവിശ്വാസം സംഭവിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 11-ാം അധ്യായത്തിൽ കാണും അവർക്ക് അവിശ്വാസം സംഭവിച്ചു. അവർ ക്രിസ്തുവാകുന്ന ആ തായ്വേരിൽ നിന്ന് അവർ മുറിഞ്ഞു പോയിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന കൊമ്പ് മുറിഞ്ഞു കിടക്കുകയാണ്. അവിടെയാണെന്ന് ഓർക്കണം, എന്നെയും നിങ്ങളെയും ജാതികളുടെ ഇടയിലേക്കുള്ള സുവിശേഷീകരണത്താൽ രക്ഷിക്കപ്പെട്ടവരെ ക്രിസ്തുവിനോട് കൂടെ ചേർത്തൊട്ടിക്കുന്ന ഭാഗികമായ പദ്ധതിയിലേക്ക് വരുന്നത്. അങ്ങനെ സ്വഭാവത്തിൽ കാട്ടുമരമായിരുന്ന നമ്മളെ ഓരോരുത്തരും വെട്ടിയെടുത്ത് നല്ല അംശത്തോട് ചേർത്തൊട്ടിച്ചു. അപ്പോൾ ഇതൊക്കെ ആത്മാവിൽ വിവേചിക്കുന്ന പൗലോസ് ഇതിനെ കാണുമ്പോൾ ഇവിടെ എഴുതുകയാണ്. കാരണം ഇവിടെ പറയുന്നത്, എന്റെ സഹോദരന്മാർ വല്ല വിധേയരെ രക്ഷ പ്രാപിക്കണം. അവരെ ഓർക്കുമ്പോൾ അവിടെ പറയുന്നത് അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയത്തിലെ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള. അപ്പൊ ശ്രദ്ധിക്കണം, ഒരു ഭക്തന്റെ ഹൃദയത്തിൽ എപ്പോഴും എന്തുണ്ടാകും? ഹൃദയത്തിൽ വാഞ്ചയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പല ആഗ്രഹങ്ങളുണ്ടല്ലേ? ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. ആഗ്രഹം തെറ്റുമല്ല. ആഗ്രഹങ്ങൾ നന്മയ്ക്കാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ചിലരുടെ രക്ഷയ്ക്കായിട്ട് വാഞ്ചിക്കുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. ചിലർ രക്ഷ പ്രാപിക്കണം, അവർ പാപത്തിൽ ഇരിക്കരുത്, അവർ നിത്യജീവനിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗലോസിന്റെ വാക്കുകളെയാണ് നമ്മൾ ഈ റോമാലേഖനം 10-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ അവൻ വാഞ്ചിച്ചു, അവന്റെ വാഞ്ചയെ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ ജനം രക്ഷ പ്രാപിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗലോസിന് അപ്പോസ്തോലികത്വം ലഭിച്ചിരിക്കുന്നത് പരിച്ഛേദനക്കാരുടെ ഇടയിലല്ല, അഗ്രചർമ്മികളുടെ ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിലല്ല, ജാതികളുടെ ഇടയിലാണ്. ജാതികളുടെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ടതാണ് പൗലോസ്. പൗലോസ് അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്തത് ജാതികളുടെ ഇടയിലാണ്. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള വ്യക്തി ആരാണ്? പൗലോസാണ്. പക്ഷെ പൗലോസിന് കിട്ടിയ നിയോഗം എവിടെയാണ്? അകത്തല്ല, പുറത്താണ്.
ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണം, വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല വിളിയും തെരഞ്ഞെടുപ്പും. ദൈവം പുറമേ നോക്കുമ്പോൾ പല കാര്യത്തിലും ഒരു വ്യക്തി എഫിഷ്യന്റ് ആണ്, ഒരു വ്യക്തി പല കാര്യങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ എന്താ പറയുന്നത് എക്സലന്റ് ആണെന്നൊക്കെ പല കാര്യങ്ങളിൽ പറയാം. പക്ഷേ അവരെ ഉപയോഗിക്കുന്ന ദൈവം അവൻ എവിടെയാണോ നിയോഗം കൊടുത്തിരിക്കുന്നത് അവിടെ ചെന്നാൽ മാത്രമേ ദൈവകരത്തിന് ഉപയോഗിക്കപ്പെടുകയുള്ളൂ. അവൻ ദൈവവേല വിട്ടുപോകുന്ന ഒരുവൻ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഓടിയാൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. കാരണം എന്നാ, ഈ ദൈവമാണ് വിളിച്ചതെങ്കിൽ മകനെ നിന്റെ ജീവിതത്തിൽ ദൈവം എരിവ് വരുത്താൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ പിടിച്ചാൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ഒരുവന്റെ മേൽ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും ആ പദ്ധതി മാറത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണം, യഹൂദന്മാരെ കുറിച്ചുള്ള വാഞ്ചയിലും ഭാരത്തിലും വേദനയിലും പൗലോസിന്റെ പ്രാർത്ഥന, ആമേൻ, അവർ രക്ഷ പ്രാപിക്കണം. വായിച്ചാട്ടെ അടുത്ത വാക്യം. അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ റോമാലേഖനം ആരംഭിക്കുന്ന 1-ാം അധ്യായത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ നീതിയെ ഗ്രഹിക്കാതിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവര് ജാതികളുടെ ഇടയിലാണെങ്കിലും അവിടെ പറയുന്ന ദൈവത്തെ പരിജ്ഞാനത്തിൽ കാപ്പാൻ മനസ്സില്ലാതെ ദൈവത്തെ എന്ത് സംഭവിച്ചു, അതിനെ ക്ഷയമുള്ള മനുഷ്യൻ, ഇരുകാലി, മത്സ്യം, ഇങ്ങനെയുള്ള ഇടജാതി ഇങ്ങനെയുള്ളതിനോട് സദൃശ്യമാക്കി അവർ കണ്ട നിമിത്തം ദൈവത്തിൽ നിന്ന് വരുന്ന ക്ഷാമത്തെ കുറിച്ച് നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, പരിജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിനെ പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കണമെന്നുള്ള പരിജ്ഞാനം രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, അല്ലാതെ ഒരു രൂപത്തിന്റെ മുമ്പിലോ ഒരു ഭാവത്തിന്റെ മുമ്പിലോ കൈപ്പണിയായത് ഏതിന്റെ മുമ്പിൽ പോയി ദൈവമെന്ന് വിളിച്ചാൽ അത് ദൈവമാകുന്നില്ല. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ട്, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. ആമേൻ, അതല്ല ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അവൻ സ്വർഗത്തിൽ വസിക്കുന്നു, ആത്മാവാകുന്ന കർത്താവാകുന്നു. അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പാപത്തിന് പരിഹാരം വരുത്തി. ഇത് വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് നീതീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ നീതീകരിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ പരിജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ യഹൂദന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നു, അവർ പരിജ്ഞാന പ്രകാരം അല്ല. എന്താ കാരണം പരിജ്ഞാന പ്രകാരമല്ലെന്ന്? അവരെ യഹൂദന്മാരെങ്കിലും വിഗ്രഹത്തെ സേവിക്കുന്നുണ്ടെന്നാണോ? അല്ല. പിന്നെ എന്താണ് വിഷയം? അവർക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഇതുവരെ ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷകൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കൈകൊണ്ടുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർക്ക് യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മോശയുടെ ന്യായപ്രമാണങ്ങളും ലേവ്യ പൗരോഹിത്യത്തിന് കൊടുത്തിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം അനുഭവിക്കുകയും അതെല്ലാം യാഗങ്ങളും കാര്യങ്ങളും ചെയ്തു പോകുന്ന അവരെ സംബന്ധിച്ചുകൊണ്ട് അവരൊരു വിഗ്രഹത്തിന് മുമ്പിലും അവർ ചെന്ന് കുമ്പിടുന്നില്ല. പക്ഷേ അവർക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് പരിജ്ഞാന പ്രകാരം അല്ലെന്ന് പറയാനേ പൗലോസിന് കഴിയത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, അവര് പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. കാരണം എരിവുള്ളവരാണ്. പലരും എരിവുണ്ട് കർത്താവിനെ സംബന്ധിച്ച്, പക്ഷെ കർത്താവിനെ അറിയാതെ ഈ എരിവുണ്ടെന്ന് ശ്രദ്ധിക്കണം. എന്നാൽ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു എരിവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, എരിവ്. ആമേൻ, ആളൊരു എരിവുണ്ട്. പലർക്കും രക്ഷിക്കപ്പെടാതിരിക്കുമ്പോഴും അവരറിഞ്ഞ കാര്യത്തിൽ ഭയങ്കര എരിവുണ്ട്, പക്ഷെ അതൊന്നും രക്ഷയുടെ അനുഭവമില്ല. പലപ്പോഴും സുവിശേഷ പ്രവർത്തനമായിട്ട് പലരുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവരായിരിക്കുന്ന പശ്ചാത്തലത്തെ കുറിച്ച് വളരെ എരിവുണ്ട്, പക്ഷേ ആ എരിവ് അവന് ഗുണം പ്രാപിക്കുന്നില്ലല്ലോ. അവർ പ്രാപിച്ച എരിവ് അവരെ രക്ഷിക്കുന്നില്ലല്ലോ. അവർ മരണത്തിന് നീക്കുപോക്കില്ലല്ലോ, നിത്യജീവനില്ലല്ലോ. അവരുടെ എരിവ് അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ ആത്മാവ് വേർവിട്ടാൽ എവിടെ ചെല്ലുമെന്ന് അവരുടെ എരിവ് അവരെ ഉപദേശിക്കുന്നില്ലല്ലോ. പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഹൃദയം മുഴുവനും പാപ സ്വഭാവം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും ചിന്തകളും ചിന്താമണ്ഡലങ്ങളും എല്ലാവിധ അകൃത്യങ്ങളും അശുദ്ധികളും നിറഞ്ഞിരിക്കുമ്പോഴും നിന്റെ എരിവ് നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ എരിവ് കൊണ്ട് ഗുണം വരുന്നില്ലെന്ന് മനസ്സിലാക്കണം. ആമേൻ, എരിവ് കൊണ്ടല്ല കാര്യം ഇരിക്കുന്നത്. എരിവല്ല വേണ്ടത്, പരിജ്ഞാനമാണ് വേണ്ടത്. എന്നാൽ പരിജ്ഞാന പ്രകാരമുള്ള എരിവാണെങ്കിൽ അത് വളരെ വളരെ നല്ലത്. ഹല്ലേലൂയ. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ലവോദിക്ക സഭയോട് പറയുന്ന പോലെ
സ്വന്തം സഭയ്ക്കകത്ത് പറയുമ്പോൾ സ്വന്തം ഈ കൃപ പ്രാപിച്ചു വന്നിട്ട് എരിവില്ലാതിരിക്കുന്നവരുണ്ട്. എന്നാൽ അതല്ല ഇവിടെ പറയുന്നത്. ആമേൻ. രക്ഷിക്കപ്പെടാതെ പുറത്തു നിൽക്കുന്ന യഹൂദന്മാരോട് പറയുന്നു, അവരുടെ ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളിൽ അവർ ആശ്രയിച്ച് അബ്രഹാമും മോശയും ഞങ്ങൾക്ക് പിതാവും പ്രവാചകനൊക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നവരോട് ദൈവത്തിന്റെ വചനം വ്യക്തമായി സംസാരിക്കുന്നു. നിന്റെ എരിവ് നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല. നിന്റെ മനസ്സും നിന്റെ ചിന്തകളും പാപത്തിന്റെ മലിനതകളിൽ അല്ലെങ്കിൽ മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നിന്റെ എരിവ് നിനക്ക് ഗുണപ്പെടുന്നില്ലല്ലോ. അപ്പോൾ നിന്റെ എരിവ് നിന്നെ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മോചിപ്പിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം, ആ വിശ്വാസം വ്യർത്ഥം തന്നെയാണ്. ആമേൻ. അപ്പോൾ ഇവിടെ വായിക്കുന്നു, യഹൂദന്മാരോട് പറയുന്ന കാര്യം എന്താണ്? വായിച്ചേ. യഹൂദന്മാരെ കുറിച്ച് പറയുന്ന അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, പൗലോസ് യഹൂദന്മാരെ വളരെ ശ്രദ്ധിച്ച് അവരെ വിവേചിച്ചപ്പോൾ പൗലോസ് കാണുന്ന കാഴ്ചയാണ് ഈ പറയുന്നത്. അവിടെ കാണുന്ന എന്താണ്? അവർ ദൈവത്തിന്റെ നീതിക്ക് അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ഈ പ്രശ്നം പലർക്കും ഉണ്ട്. പലർക്കും ഉണ്ട്. കാര്യം ദൈവത്തിന്റെ നീതിക്ക് വിധേയപ്പെടത്തില്ല. തനിക്ക് സ്വന്തം ഒരു നീതിയുണ്ട്. അതെന്നാ സ്വന്തം നീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ തന്റെ പ്രാർത്ഥനയില് വളരെ താൻ ചെയ്യുന്ന ആചാരത്തിൽ വളരെയേറെ ഉറച്ചു നിന്നുകൊണ്ട് പറയും, ഞാൻ ഇതിങ്ങനെയൊക്കെ പോയാ മതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അല്ല നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അജ്ഞതയിൽ അവരവരുടെ പ്രവൃത്തികളിൽ ശരണപ്പെട്ടിരിക്കുന്നവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒരുപക്ഷെ ചിലർ ചിന്തിച്ചിരിക്കുന്ന പൗലോസിനെ നേർക്ക് ചിന്തിച്ചിട്ട്, എന്റെ പൗലോസ്, നീ ഞങ്ങളുടെ കൂടെ നടന്നുകൊണ്ടിരുന്ന, നീ എന്നാന്ന് എങ്ങനെയാന്നൊക്കെ ഞങ്ങൾക്കറിയാം, അങ്ങനെ പറയുന്നവരെ സൂക്ഷിച്ചോണം. അവർ ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല. കാര്യം അവർ ഈ സ്വന്തം നീതി സ്ഥാപിക്കാൻ പോകുന്നവരാണ്. ഒരിക്കലും ശ്രദ്ധിക്കാത്തവരാരാന്നറിയോ? സ്വന്തം നീതി സ്ഥാപിക്കുന്നവരാണ്. ആരാന്നറിയോ? മാനസാന്തരപ്പെടാത്തവര്. ഈ സ്വന്തം നീതി സ്ഥാപിക്കുന്നവരായിരിക്കും. ശുദ്ധീകരണത്തിന്റെ വചനം വരുമ്പോ ചെവി അടച്ചു വെക്കുന്ന ആരാന്നറിയാവോ? ഈ സ്വന്തം നീതിയിൽ ഇരിക്കുന്നവരായിരിക്കും. സ്വന്തം നീതിയിൽ ഇരിക്കുന്നവരുണ്ട്. യഹൂദന്മാരുടെ ഈ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഈ സ്വഭാവത്തെ തന്നെ പൗലോസ് പറയുന്നു, ഇങ്ങനെയാണ് യഹൂദന്മാര്. അവര് വചനം കേട്ടാൽ അവർ ഉൾക്കൊള്ളത്തില്ല, ചെവിക്കൊള്ളത്തില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. ചിലർ സ്വന്തം നീതി സ്ഥാപിക്കാൻ നോക്കുകയാണ്, ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ആചാരങ്ങളോ ഒരു പ്രവർത്തനങ്ങളോ ഒരു കൽപ്പനകളോ മനസ്സിലാക്കണം, ഒന്നുകൊണ്ട് ഒരുവന്റെ ആത്മാവ് നീതീകരിക്കപ്പെടുകയില്ല. നീതീകരിക്കപ്പെടുന്നുവെങ്കിൽ പിതാവിന്റെ മടിയിലിരുന്ന് ഏകജാതനാകുന്ന ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി അവൻ വെളിപ്പെട്ടു. അവൻ സകല വചനത്തിന്റെ നിവൃത്തിയായിരുന്നു. കാൽവറി മരണം വഹിച്ചപ്പോൾ അവൻ ശരീരയാഗ പിതാവിന് അർപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് അവനിൽ ആശ്രയിക്കുകയല്ലാതെ ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ വേറെ വഴി ദൈവം ഒരുക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ സ്വന്തം നീതി സ്ഥാപിക്കുന്നവൻ ക്രിസ്തുവിനെയും തള്ളും, പൗലോസിനെയും തള്ളും. ഹല്ലേലൂയ. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കണമേ, അവന്റെ ആരോഗ്യത്തിന്റെയും ശാഠ്യത്തിന്റെയും പരക്കോടിയിൽ നിന്ന് പലതും ത്യജിക്കും. പക്ഷേ നിന്റെ അവസാനത്തെ മൂക്കിലെ ശ്വാസം വലിച്ചു കഴിയുമ്പോൾ നിന്നെ തേടി വരുന്ന മരണത്തിന്റെ ദൂതനുണ്ട്. നിന്റെ എരിവൊന്നും അവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാപ്തമല്ലായിരിക്കും കേട്ടോ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടാത്തവനെ കൊണ്ടുപോകാൻ വരുന്ന ആരാ? മരണത്തിന്റെ ദൂതനല്ലേ. ഹല്ലേലൂയ. മരണവാസങ്ങളും മരണത്തിന്റെ ചങ്ങലകളെല്ലാം വന്ന് വരിഞ്ഞു മുറുകി മരണത്തിന്റെ ദൂതൻ വന്ന് കൊണ്ടുപോകാമെന്ന് നിൽക്കുമ്പോഴാണ് അവന്റെ ആയുസ് മുഴുവൻ അവൻ അറിഞ്ഞതും പഠിച്ചതൊക്കെ തെറ്റായിരുന്നു മനസ്സിലായത്. തിരിഞ്ഞു നിന്നുകൊണ്ട് ഇനി ഒരു അല്പകാലം കൂടെ കിട്ടണമെന്ന് നിലവിളിക്കുമ്പോൾ, നീ നിലവിളിച്ച് തുടങ്ങുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് നീ വേർവിട്ടിരിക്കും. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, അതിനു മുമ്പായിട്ടാണ് ദൈവത്തിന്റെ നീതിയിൽ നീ ആശ്രയിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്, ശരീരത്തിൽ നിന്ന് വേർവിടുമ്പോൾ അവനെ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് നിൽക്കണം. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നീ ആയുസ്സിൽ രക്ഷിക്കപ്പെട്ടിരിക്കണം, നീ ആയുസ്സിൽ വീണ്ടും ജനിച്ചിരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അവന്റെ ആത്മാവിന് നിത്യതയുള്ളൂ. സ്വന്തം നീതി സ്ഥാപിക്കുന്നവനൊന്നും അക്കരെ നാട്ടിൽ ചെല്ലത്തില്ല കേട്ടോ. എന്നാൽ ഇത് യഹൂദന്മാരെ കുറിച്ച് പൗലോസ് കണ്ടിട്ടാണ് പറഞ്ഞത്. സ്വന്തം നീതി അവിടെ സ്ഥാപിക്കുകയാണ്. അവരുടെ പ്രവൃത്തിയാലുള്ള ആഗ്രഹം. ആമേൻ. അവര് അർപ്പിച്ച യാഗങ്ങളും അവർ കൊടുത്ത സ്തോത്ര കാഴ്ചയിലൊക്കെ ആശ്രയിച്ചിരിക്കുന്ന യഹൂദന്മാരോട് പറയുക, മക്കളെ, നീ കുറെ ചെലവിട്ടു എന്ന് പറഞ്ഞാൽ ഇതൊന്നും നിന്നെ നീതീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇതൊന്നും നിന്നെ നീതീകരിച്ചിട്ടില്ല. വായിച്ചാട്ടെ, ഭാഗം വായിച്ചാട്ടെ. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ
സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടത്തില്ല. ആമേൻ. അടുത്ത് വായിച്ചാട്ടെ. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. കണ്ടോ? അപ്പോൾ ന്യായപ്രമാണത്തിൽ ഇരിക്കുന്നവൻ ശാപത്തിന് കീഴിലിരിക്കുകയാണ്. അവൻ ന്യായപ്രമാണത്തിന്റെ ഒടുക്കമായി വന്ന ക്രിസ്തുവിലേക്ക് വരുമ്പോൾ മൂടുപടം നീങ്ങി നമ്മൾ അവന്റെ മുഖം വ്യക്തമായി കണ്ടു തുടങ്ങുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ അവന്റെ മുഖം കാണേണ്ട പോലെ കാണണം, അല്ലേ? നമ്മളിവിടെ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ഭാഗം നമുക്കൊന്നും ചിന്തിക്കണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 2-ാം ലേഖനം 3-ാം അധ്യായം ആമേൻ. സ്തോത്രം. അതിന്റെ 3-ാം അധ്യായം സ്തോത്രം 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 അതിന്റെ സ്തോത്രം അതിന്റെ 7-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കി കൂടാത്ത വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളത് ആകയില്ലയോ? വായിച്ചോ. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതിന് 15-ാം വാക്യം ഒന്ന് വായിച്ചേ. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കണ്ട, അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. ആരുടെ ഹൃദയത്തിന്മേൽ? മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ അകത്ത് നീതിയുണ്ടെന്ന് വിചാരിച്ചുള്ള വായനയുണ്ടല്ലോ. ആ വായന വായിക്കുന്നവരുടെ ഹൃദയത്തിന്മേൽ എന്ത് കിടപ്പുണ്ട്? മൂടുപടം കിടപ്പുണ്ട്. അത് ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോഴേ ആ മൂടുപടം മാറുന്നുള്ളൂ. അപ്പോൾ സ്വന്തം നീതി സ്ഥാപിക്കുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹൃദയത്തിന് മീതെ കിടക്കുന്ന മൂടുപടം മാറണമെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് നിന്റെ കണ്ണുയരണം. അവന്റെ നീതിക്കായിട്ട് നിന്റെ ഹൃദയം ഒരുങ്ങിയെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിനും നിന്റെ ഹൃദയത്തിനും സ്വന്തം മറച്ചു കിടക്കുന്ന ചില മൂടുപടങ്ങൾ മാറുന്നുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിലേക്ക് തിരിയുന്ന ജനം, ആമേൻ, യഹൂദന്മാരുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെയും അതിൻ്റെ അകത്ത് എന്തോ പ്രത്യേകതയുണ്ട്. അത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് രക്ഷ പ്രാപിക്കും എന്നുള്ള അവന്റെ ആശയോടെയുള്ള വായനയുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, എബ്രായൻ നിന്ന് വിളിച്ച എബ്രായൻ, അല്ലേ? അങ്ങനെയാണ് ആരെക്കുറിച്ച്? പൗലോസിനെ കുറിച്ച് പറയുന്നത്. പൗലോസ് പറയുന്ന കാര്യം സ്തോത്രം, ആ വായനയ്ക്കകത്ത് ഒരർത്ഥവും ഇല്ല. കാര്യം ന്യായപ്രമാണത്തിന്റെ അവസാനമാണ് ആര് വന്നിരിക്കുന്നത്? യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. അങ്ങനെയല്ല അവിടെ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് സ്തോത്രം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ആമേൻ. ന്യായപ്രമാണത്തോളം നീതി സംബന്ധിച്ച് എന്നാണ് ഇവിടെ വായിക്കുന്നത്. 5-ാം വാക്യം 10-5. ന്യായപ്രമാണത്തോളം നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. ശ്രദ്ധിക്കണം. അപ്പോൾ അത് ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. അത് ചെയ്യുക ഒരുവനേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. പ്രമാണം കൊടുത്തവൻ തന്നെയാണ് പ്രമാണം അനുസരിച്ചുള്ളൂ. കാര്യം പാപം അറിയാതെ ജനിച്ചവനാണ്. പാപമില്ലാത്തവൻ, ആ പാപമില്ലാത്തവന് മാത്രമേ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. അല്ലെ, പാപം അറിയാത്തവനും പാപത്തിലല്ല ജനിച്ചത്, അവനു മാത്രമാണ് ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ജഡത്തിൽ ജനിച്ച ഒരുവരും ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കഴിയത്തില്ല. ന്യായപ്രമാണത്തിലേക്ക് അരുത് അരുത് എന്നുള്ള കൽപ്പന കാണുമ്പോഴൊക്കെയും അവന് പാപത്തിന്റെ ബോധമേ വരുന്നുള്ളൂ. അതാണ് ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത. എന്നാൽ ക്രിസ്തു യേശുവിലേക്ക് തിരിയുമ്പോൾ ഇതിന്റെ സകലത്തിനും പൂർണ്ണത വന്ന അത്ഭുതകരമായ നാമം സകല കൽപ്പനകളെയും പ്രമാണങ്ങളെയും യേശു ക്രിസ്തുവിൽ ചുമത്തിക്കൊണ്ട് അവൻ തകർക്കപ്പെട്ടിരിക്കുന്ന നിമിത്തം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന
വിശ്വസിക്കുന്നവന്റെ മേല അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ നീതി വിശ്വസിക്കുന്നവന്റെ ആത്മാവിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഈ ഭാഗികമായ പദ്ധതിക്കായിട്ടാണ് ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് മോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തിരിച്ചറിവ് വേണം. ന്യായപ്രമാണത്തിലേക്ക് തിരിയുന്നവന്റെ അവസ്ഥയല്ല. ഈ വിധത്തിലാണ് ന്യായപ്രമാണത്താൽ രക്ഷ പ്രാപിക്കുന്നുമില്ല. നമുക്ക് വളരെ ചിന്തിക്കാനുണ്ട്. വായിച്ച അടുത്ത വാക്യം വായിച്ചാട്ടെ. അവിടെ വായിക്കുന്നത് എന്താണ്? ആമേൻ, വായിച്ചേ. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. വിശ്വാസത്താലുള്ള നീതി. അപ്പോൾ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടില്ല. എന്ന വിശ്വാസത്താലുള്ള നീതിയെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? വായിച്ചാട്ടെ. ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആര് സ്വർഗത്തിൽ കയറും എന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം. എങ്ങനെയാണെന്നറിയാം ഈ പറയുന്ന വചനത്തിന്റെ അർത്ഥം? നമ്മൾ വായിച്ച കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ മൂടുപടം നീങ്ങിയ മുഖത്തെ ദൈവത്തിന്റെ ശോഭ പ്രകാശിക്കത്തുള്ളൂ. അതായത് ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് വചനം ചെല്ലുന്നില്ല. വചനം ആരുടെ ഹൃദയത്തിലാ ചെല്ലുന്നതെന്നറിയാവോ? യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ ഹൃദയത്തിലേ ചെല്ലുന്നുള്ളൂ. കാരണം വചനത്തെ തടുത്തുകൊണ്ടിരുന്ന മൂടുപടം മാറി ന്യായപ്രമാണത്തിൽ നീതിയുണ്ടെന്ന് വിചാരിച്ചുള്ള വായനയിലേക്ക് പോകുന്ന ഒരുവനും ഹൃദയത്തിൽ ജീവന്റെ വചനം ചെല്ലുന്നില്ല. യേശു ക്രിസ്തു സകലത്തിനും പൂർണ്ണത വന്നുവെന്ന് വിശ്വസിച്ച് അവനിൽ ശരണപ്പെടുന്നവർക്ക് മാത്രമേ അവരുടെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ആമേൻ ഹല്ലേലൂയ ഹൃദയത്തിൽ വചനം വെളിപ്പെടുകയോ? ആർക്കും വെളിപ്പെടത്തില്ല. കാരണം എന്താണ്? ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിന്റെ എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവന്റെ ആത്മീക നിലവാരം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണ്? അവിടെ അരുത് എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം അവിടെ പറയുന്നതാണ് ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആര് സ്വർഗത്തിൽ കയറും. അതുകൊണ്ട് വിചാരം വരികയാണ്. ഈ വിചാരം ഏതു വിധത്തിൽ? ഇത് ഹൃദയത്തിൽ വിചാരിക്കുകയാണ്. അതായത് കർത്താവിനെ എവിടുന്ന് ഇറക്കണമെന്ന് വെച്ച് ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വെച്ച് ആര് സ്വർഗത്തിൽ കയറും. കണ്ടോ, ചിന്തിക്കുന്ന ചിന്ത എവിടുന്നാ ശ്രദ്ധിക്കണം? ഭൂമിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വർഗത്തോളം ചെന്ന് ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ഇറക്കണമെന്നുള്ള ചിന്ത, ഇത് വിശ്വാസത്തെ കാണിക്കുകയാണ്, വിശ്വാസത്തെ വെളിപ്പെടുത്തുകയാണ്, പരിധിയില്ലാത്ത വിശ്വാസത്തെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ ഇരിക്കുന്ന ഒരുവന് ഈ തരത്തിലുള്ള വിശ്വാസത്തിന്റെ വർധന ഒരിക്കലുമില്ല. ആമേൻ. അപ്പോൾ അത് ചിന്തിക്കാൻ കഴിയത്തില്ല. അവന് ആകെ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന ഒരുവന് ആകെ കാണാൻ കഴിയുന്ന എവിടാന്നറിയാവോ? അവന്റെ ആലയം, അതായത് യഹൂദന്മാരുടെ ദൈവാലയത്തിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം ഒക്കെ കാണാനുള്ള പ്രാപ്തിയേ ഉള്ളൂ. അതിന്റെ ഭിത്തിമേലുള്ള പണികളും അതിന്റെ ഏറ്റവും അകത്തുള്ള ഇന്നർ ചേംബർ അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകവും അതിന്റെ മീതിൽ ഇറങ്ങി വരുന്ന തേജസ്സും അവിടെ ഇരിക്കുന്ന കാഴ്ചയപ്പവും മേശയും ഇങ്ങനെ 7 അവിടെ വിളക്കും എല്ലാം അവിടെ കാണും. ഇതൊക്കെ കാണാനേ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പലരും രക്ഷിക്കപ്പെടാതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വലിയ പള്ളിയുണ്ട്, പള്ളിയുടെ ചുറ്റുമതിൽ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പള്ളിയുടെ ഉയരം എത്രയാണെന്നറിയാവോ? അതിന്റെ എത്ര പേര് ഇരിക്കും അറിയാവോ? എത്ര ബെഞ്ചിട്ടിട്ടുണ്ടെന്ന് അറിയാവോ? അവിടുത്തെ പണികൾ ഇന്നയിടത്തുനിന്ന് കൊണ്ടുവന്ന മാർബിളായിട്ടേക്കുന്ന, ഇന്നടത്ത് കൊണ്ടുവന്ന മൊസൈക്ക് അല്ലെങ്കിൽ ഇന്നടത്തുനിന്ന് കൊണ്ടുവന്ന ടൈൽ അവിടെ ഒട്ടിച്ചേക്കുന്നത്, അവിടത്തെ ഇട്ടിരിക്കുന്ന എന്തൊക്കെയാണെന്നറിയാവോ? ആ വർണ്ണന വരുന്നത് ഈ ഹൃദയത്തിൽ മൂടുപടം കിടക്കുന്നവർക്കാണ്. അവർക്ക് ഉയരത്തിലുള്ളത് കാണാൻ കഴിയത്തില്ല, സ്വർഗത്തിലുള്ളത് കാണാൻ കഴിയത്തില്ല. കാര്യം നീ എന്ന് ഇതിന്റെ ഒടുവിൽ ക്രിസ്തു ഇതിന്റെ പൂർണ്ണത വരുത്തി എന്ന് വിശ്വസിക്കുന്നു, അന്നേ നിന്റെ രക്ഷയുടെ പദ്ധതിയുടെ ആദ്യ പടി നീ കാണത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇന്നും ഈ പെന്തക്കോസ്തിൽ വന്നിട്ട് പഴയ പള്ളിയും പഴയ വഴിയും പഴയ പാട്ടും ക്രിസ്തുവായിട്ടും ഓർത്തോണ്ടിരിക്കുന്നവന്മാരുണ്ട്. നിന്റെ ഹൃദയത്തിലും കിടപ്പുണ്ടെന്ന് ഓർക്കണം ഇതേ മൂടുപടം. ഹല്ലേലൂയ. നിനക്ക് ഇതുവരെ ആ മൂടുപടം മാറിയിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എവിടേക്കാ പ്രശ്നം കിടക്കുന്നതെന്ന്. ഹല്ലേലൂയ. വളരെ ആഴത്തിലുള്ള പ്രശ്നം തന്നെയാണ്, അല്ലേ? ഹല്ലേലൂയ. അവിടെ വായിക്കുമ്പോ ആ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അതായത് എന്താ അതിന് പറഞ്ഞ അർത്ഥം എന്നാന്നറിയോ? നീ ഹൃദയത്തിൽ പറയരുതെന്ന് പറഞ്ഞു കഴിയുമ്പോ അയ്യോ ഒന്നാ പറയുന്നില്ല, അങ്ങനെയല്ല. ആ പറയുന്നതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം. ആ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
നിന്റെ ഹൃദയത്തിലും നിന്റെ വായിലും ദൈവത്തിന്റെ വചനം ലഭിക്കും. ഇത് ആർക്കാ ലഭിക്കുന്നത്? മൂടുപടം മാറിയവർക്കേ ഇത് ലഭിക്കുന്നുള്ളൂ. ആരുടെ ഹൃദയത്തിലാണ് വചനം വെളിപ്പെടുന്നത്? വചനം വെളിപ്പെടുന്നത് ഇപ്പൊ മേശപ്പുറത്തും ഹാളിലും ഇരിക്കുന്ന കസരയുടെ മുകളിലൊന്നും അല്ല വെളിപ്പെടുന്നത്. പിന്നെ എവിടെ? ഹൃദയത്തിലാണ് വചനം വെളിപ്പെടുന്നത്. ഹൃദയം വെളിപ്പെടുന്നു, ഹൃദയത്തിൽ വചനം വെളിപ്പെടുന്നു. ആമേൻ. ഹൃദയത്തിൽ വചനം വെളിപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഹൃദയത്തിൽ വെളിപ്പെട്ട വചനം നിന്റെ നാവിലെത്തുന്നുണ്ടെങ്കിൽ നീ കൃപയിലാണ്. നിന്റെ ഹൃദയത്തിൽ വചനം വെളിപ്പെടുകയും അതേ വചനം നിന്റെ നാവിലെത്തുകയും ചെയ്ത നീ കൃപയിലാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ മൂടുപടത്തിന്റെ നിഴലും മൂടുപടത്തിന്റെ മണമൊക്കെ അടിച്ചു കഴിയുമ്പോൾ ചിലർക്ക് ഹൃദയത്തിലുണ്ട്, വായിൽ വരത്തില്ല. ശ്രദ്ധിക്കണം, അതാ പാപം കയറി കളിക്കുന്നതാണ്. പലതും വിശ്വാസം ഉറക്കാത്തത് കൊണ്ട് എന്ത് പറയുന്നത്? അകത്ത് ഹൃദയത്തിലുണ്ട് സംഭവം, പക്ഷെ വായിൽ വരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നമുള്ളവരുണ്ട്. മനസ്സിലാക്കണം, നീ നേരെയുള്ള ശരിയാകുമ്പോ നിന്റെ വായിൽ ദൈവം വരും. എന്നാന്നറിയാവോ? അതിന്റെ എവിടെ ബേസിക്കായിട്ടുള്ള പ്രശ്നം എന്നാന്നറിയാവോ? എന്തുകൊണ്ടാ ഹൃദയത്തിൽ വചനമുണ്ട് വായിൽ വരാത്തതെന്ന്? നിന്റെ ചിന്തകൾ ശരിയല്ല. നീ ഇവിടെ നിന്ന് ഭയങ്കര സാഹസമല്ല നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, ചിലരുടെ ചിന്താഗതി, ചിന്താമണ്ഡലം ശുദ്ധിയില്ലാത്ത ചിന്താമണ്ഡലം ഉള്ളവരുടെ ഹൃദയത്തിൽ വചനം ലഭിച്ചാലും അവർക്കത് സംസാരിക്കാൻ കഴിയത്തില്ല. കാരണം ചിന്താമണ്ഡലം ശുദ്ധിയുള്ളതല്ല. ആമേൻ, ഹല്ലേലൂയ, സഹോദരൻ. കേട്ടോ, കൃത്യമായിട്ട് ആമേനൊക്കെ പറയുന്നത് മനസ്സിലായി തോന്നുന്നു. ആമേൻ. അതായത് ചിന്താമണ്ഡല ശുദ്ധി ഇല്ലാത്തവരുടെ ഹൃദയത്തിൽ വചനം കിട്ടിയാലും അവർക്കത് പറയുവാനോ പ്രകടിപ്പിക്കാനോ കഴിയത്തില്ല. പറഞ്ഞു വരുമ്പോ വേറെ പലതായിട്ട് പോകുന്നതിന് കാരണം എന്താണെന്നറിയാവോ? അകത്ത് ചിന്ത നിന്റെ ശരിയല്ല. കാര്യം നീ ധ്യാനിക്കേണ്ടത് ധ്യാനിച്ചിട്ടില്ല ഇതുവരെ, വിവേചിക്കേണ്ടത് ഇതുവരെ നീ വിവേചിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിൽ വീഴപ്പെട്ട വചനം നിന്റെ നാവിൽ കിട്ടാത്തത്. അതിന് ഇവന് ഇവിടെ നിന്ന് ഉപവാസമാ 21, 30, 40 ഇരുന്ന് കിടന്ന് രാവിലെ പോയിട്ട് നിലവിളിയും കർത്തന്നീ എന്നൊക്കെ പാട്ട. എന്നാ കാരണം? അകത്ത് ശുദ്ധി വരുന്നില്ലെന്നേ. നിന്റെ അകത്ത് ശുദ്ധി ഉണ്ടെങ്കിൽ അത് നാവിൽ ദൈവം നൽകിയിരിക്കും. നീ ശുദ്ധിയുണ്ടോ എന്ന് പരിശോധിക്കണം. ഇന്ന് പോയി ആർക്കും നിശ്ചോത്തം ഹല്ലേലൂയ തോർത്തും സ്വന്തം ഹല്ലേലൂയ ചൂരലുമായിട്ട് പുറകെ വന്ന് നിന്നെ കുളിപ്പിച്ച് അടിയിൽ നിന്ന് വിടുന്ന പരിപാടിയൊന്നും ആർക്കുമില്ല. നീ കേട്ട് മാനസാന്തരപ്പെട്ട് ക്രമീകരിച്ചോണം. ഇരുന്ന് ചിന്തിക്കണം, എന്റെ ഉള്ളം ശരിയാണോ, എന്റെ ചിന്ത ശരിയാണോ? ചിലര് പുറമെ ഇങ്ങനെ വെള്ളയടിച്ച ശവക്കലറ പോലെ നടക്കുന്ന ഒത്തിരി ഉണ്ട്. പുറമെ നോക്കുമ്പോ നല്ല കളറാ, പക്ഷെ അകത്ത് ചീഞ്ഞു നാറുക. ചിലരുടെ ഉള്ള മനസ്സ് ഹൃദയം അങ്ങനെയാണ്. അകത്ത് ചീഞ്ഞു നാറുന്ന ചിന്തകളും നിരൂപണങ്ങളേ ഉള്ളൂ. പുറമെ നോക്കുമ്പോ ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷെ നീ ഇതിനെ കുറിച്ച് വചനം പറയുന്നു. അളവിയ വചനം പറയുന്നതാണ്, നീ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. ആമേൻ. വിശ്വാസി ആ ലെവലിൽ നടക്കരുത് കേട്ടോ. വെള്ളയടിച്ച കുഴിമാടങ്ങളായിട്ട് നടക്കരുത്. ആമേൻ. ശുദ്ധിയായിട്ട് നമ്മൾ നടക്കണം. ആമേൻ. വായിച്ച സമയം പോകും. ആമേൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗം അതായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. അടുത്തത്, എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. വായിച്ചോ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അവിടെ നിന്ന് ഈ വാക്യം എടുത്തിട്ട് അനക്കാത്ത ഒരു ബന്ധക്കോസുകാരും ഇല്ല. ഇവിടെ നിന്നേ നമുക്ക് കുറച്ച് കാര്യം ഇവിടെ നിന്ന് ചിന്തിക്കാനുണ്ട്. ഈ വാക്യം എന്താ വായിക്കുന്നത്? യേശുവിനെ കർത്താവെന്ന് ആ വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ചിലർക്ക് ഈ വചനം പറഞ്ഞ ഈ റോമാലേഖനം ചിലർക്ക് പിന്നെ ബുദ്ധിയിൽ വരത്തില്ല. ഈ മുമ്പുള്ള വാക്യവും കിട്ടത്തില്ല, പിമ്പുള്ള വാക്യം, ഈ വാക്യം മാത്രമേ ചിലർക്ക് അറിയത്തുള്ളൂ. അങ്ങനെ വായിക്കരുത്. അത് മൂഢന്മാരുടെ അറിവാണത്. പിന്നെ എന്താ വേണ്ടത്? ഈ വാക്യം വായിക്കുന്നതിന് മുമ്പേ നമ്മൾ വായിച്ച മുമ്പിലത്തെ വാക്യം ഒന്നും കൂടെ ചേർത്ത് വായിക്കണം. അവിടെ എന്താ വായിക്കുന്നത്? ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് സ്തോത്രം നീ എന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ, ഹൃദയം അല്ലെ, ഹൃദയത്തിൽ പറയരുത്. അടുത്തത് സ്തോത്രം എന്ന് പറയുന്നു. സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. അപ്പോ അത് നമുക്ക് ഇച്ചിരി വ്യക്തമാക്കി വായിക്കുന്നതിന് 6 മുതൽ വിശ്വാസത്താലുള്ള നീതി ഇവണ്ണം പറയുന്നു. അപ്പോ വിശ്വാസത്തെ പൗലോസ് സ്റ്റേറ്റ്മെന്റ് പറയും. യഥാർത്ഥത്തിൽ ഒറിജിനൽ വിശ്വാസി ഒറിജിനൽ ആയോ എന്നുള്ളതിന് തെളിയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ വചനം കാണും, അത് വായിൽ വെളിപ്പെടും. ചിലര് വിശ്വാസിയെ സ്നാനപ്പെട്ടതാ, വർഷങ്ങളായതാ, ഒരു 10 മിനിറ്റ് വചനം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തത്തി കളിക്കുന്നു, രക്ഷിക്കപ്പെട്ടിട്ടില്ല.
തെളിവെന്താണെന്നറിയാമോ? ഹൃദയത്തിലുള്ള വചനം വായിൽ വരുന്നില്ല, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എടുത്തു പറഞ്ഞു, ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞതാ, ഞാൻ രക്ഷിക്കപ്പെട്ടതാന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ലെന്നുള്ളതിനുള്ള വാക്യമാണ് ഈ കിടക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്ന വാക്യം വളരെ ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന കാര്യം എന്താണ്? ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വെച്ച് ആര് സ്വർഗത്തിൽ കയറും എന്നോ. ഇത് നെഗറ്റീവായിട്ടല്ല ഈ വാക്ക് ശ്രദ്ധിക്കേണ്ടത്. ഈ വായിക്കുന്ന വാക്യം നെഗറ്റീവ്, ഇത് തെറ്റ, ഇത് അരുത് എന്ന് അർത്ഥമുള്ള വാക്യമാണ് പൗലോസ് വായിപ്പിച്ചെന്ന് ചിന്തിക്കരുത്. പിന്നെ എന്താ ഉദ്ദേശിക്കുന്നേ? യഥാർത്ഥത്തിൽ വിശ്വാസം നീതീകരിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഉള്ള ചിന്ത ഏത് വിധത്തിലായിരിക്കുമെന്ന് പറയുകയാണ്. അതായത് ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നവനെ കാണാൻ കഴിയുന്നുണ്ട്. അവനെ ഭൂമിയിലേക്ക് ഇറക്കുവാനായിട്ടുള്ള ചിന്ത വിശ്വാസത്താൽ കാണുന്നുണ്ട്. ഇത് തെറ്റായ നിലവാരത്തിലല്ല. ഇത് പറയരുതെന്ന് പറഞ്ഞാൽ കൽപ്പനയുടെ തലത്തിലല്ല ഇത് കിടക്കുന്നത്. ഇത് പരിജ്ഞാനത്തിന്റെ തലത്തിലാണ് കിടക്കുന്നത്. പരിജ്ഞാനമില്ലാത്ത നിനക്ക് കൽപ്പനയുള്ളൂ. അതാ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? ചിലർക്ക് ഈ കൽപ്പനയുടെ മുമ്പിൽ ഇരുന്ന് അരുത് 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 ഇനി പാടില്ല. അവിടെ കർത്താവിന് മുമ്പ് ചെന്നിട്ട് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു സ്ത്രീ, ആദ്യം ഒരു ഭാര്യയും ഭർത്താവും, എന്നിട്ട് ഭർത്താവ് ജീവിച്ചിരിക്കുക, ഭർത്താവ് മരിച്ചുപോയി. അവളെ പിന്നെ മറ്റൊരുത്തൻ കെട്ടി. അവനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ അവനും മരിച്ചു. പിന്നെ മൂന്നാമത് കെട്ടി, അവനും മരിച്ചു. അങ്ങനെ നാലാമത് കെട്ടി, അവനും മരിച്ചു. അങ്ങനെ 4 എണ്ണം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കർത്താവിന് ചോദിക്കും, കർത്താവേ, അങ്ങനെയാണ് പുനരുദ്ധാനത്തിൽ ചെല്ലുമ്പോ ഇവൻ ആരുടെ ഭാര്യയായിട്ടിരിക്കും? അപ്പൊ ഇവന്മാരുടെ ഉള്ളിലെ എന്താ വൈകൃത ചിന്ത എത്ര ഭീകരമാണെന്ന് ചോദിച്ചേ. എത്ര ഭീകരമാ! ഉള്ള ശരിയല്ലെന്നേ. ഇവൻ ചോദ്യം കേട്ടോ. ഒന്നാമത്തെ ഭാര്യ മരിച്ചു, അല്ല ഒന്നാമത്തെ ഭാര്യ ജീവിച്ചിരിക്കെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു, രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു, മൂന്നാമത്തെ ഭർത്താവ് മരിച്ചു, നാലാമത്തെ ഭർത്താവ് മരിച്ചു. അപ്പൊ ഇവിടെ 1-ാം ഭാര്യ, 2-ാം ഭാര്യ, 3-ാം ഭാര്യ, 4-ാം ഭാര്യ, അവരുടെ അവസ്ഥ എന്നായിരിക്കും അല്ലെ? ആമേൻ. അതൊന്നുമല്ല നമ്മുടെ വിഷയം. പക്ഷേ അവിടത്തെ ചിന്ത ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞ എന്നാ മറുപടി എന്നാ കൊടുത്തേ? കർത്താവ് പറഞ്ഞ, മക്കളെ അങ്ങനെ അല്ലടാ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആരും വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, എടുക്കുന്നുമില്ല. മനസ്സിലായി? അവിടെ കല്യാണ പാർട്ടി, ഓർഡറും ഗാനമേളയൊന്നും അവിടെ ഇല്ലെന്ന് ഈ പൊട്ടന്മാർക്ക് എന്നിട്ട് മനസ്സിലാകുന്നില്ലെന്ന് ഓർക്കണം. പിന്നെ എന്ത് ചെയ്യും? അവിടെ ചെല്ലുമ്പോ എന്നാ എല്ലാരും ദൂത തുല്യരായിട്ടാണ് തീരുന്നത്. അതായത് ഇവന്മാരൊന്നും തന്നെ സ്വർഗരാജ്യത്തെ കുറിച്ച് ചിന്തയുണ്ടായിട്ടല്ല ഇത് കർത്താവിനോട് ചോദിക്കുന്നത്. പല ചോദ്യങ്ങളും ദൈവരാജ്യത്തെ കുറിച്ച് വിവേകം ഉണ്ടായിട്ടോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടി ഒന്നുമല്ല പല ചോദ്യങ്ങളും. ആമേൻ. അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെ വേണേലും കിടന്നോ, മറുപടി ഇതാ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ വിധത്തിലാണ് എല്ലാവരും ദൂത തുല്യരായിട്ട് തീരും. അങ്ങനെയാണെങ്കിൽ കൽപ്പനകളെ മാത്രം മുറുകെ പിടിക്കുന്ന നീ ക്രിസ്തുവിലേക്ക് വന്നാൽ മാത്രമേ നിനക്ക് നിത്യതയെ കുറിച്ചുള്ള തിരിച്ചറിവുള്ളൂ. ഇല്ലെങ്കിൽ നീ ഈ വക ചോദ്യവും കുടുക്കും ചോദിച്ച് ആയുസ് തീരുമെന്ന് ഓർത്തോണം. ആമേൻ. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ശ്രദ്ധിക്കണമേ, ആ വാക്യം വായിക്കണേ. എന്താണ് പൗലോസ് ഇവിടെ പറയുന്നത്? ആമേൻ. ഈ ഭാഗം വായിക്ക് വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു വിഷയമാണ്. അനേകരെ സംബന്ധിച്ച് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അവിടെ വായിക്കുന്ന എന്താണ്? വിശ്വാസത്താൽ നീതി ഇവണ്ണം പറയുന്നു. വിശ്വാസത്താലുള്ള നീതി. അപ്പോൾ മനസ്സിലാക്കണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നില്ല. അതായത് മോശയുടെ പുസ്തകം നമ്മൾ വായിച്ച കൊരിന്ത്യർക്കെഴുതിയ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോൾ, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. അപ്പൊ ഈ അത് അനുഭവം ഉണ്ടോ? മൂടുപടം കിടന്ന കാലഘട്ടത്തിലല്ല, മൂടുപടം നീങ്ങിയ കാലഘട്ടം. മൂടുപടം കിടക്കുന്ന അനുഭവമല്ല, മൂടുപടം നീങ്ങിയ അനുഭവം. മൂടുപടം നീങ്ങുമ്പോൾ നീ ക്രിസ്തുവിലേക്ക് വരും. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ആർക്കാന്നറിയ ക്രിസ്തുവിന് വെളിപ്പെടാത്തത്, കർത്താവിനെ പ്രസംഗിക്കാൻ കഴിയാത്തത് ഈ മൂടുപട ഹൃദയത്തിലുള്ളവർക്കാണ്. അവർക്ക് എല്ലാ വചനവും പറയും, പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ അറിയത്തില്ല. കാര്യം ഇന്നേയോളം അവരുടെ ഹൃദയത്തിൽ ഈ മൂടുപടം കിടക്കുകയാണ്. മനസ്സിലാക്കണമേ, പഴയ നിയമം ചെകയുന്നവരോട് ഞാനൊരു കാര്യം പറയാം, ഓവർ ചെകയരുത്. ക്രിസ്തുവിലേക്ക് വരാതെയാണ് നീ ചെകയാൻ പോകുന്നെങ്കിൽ ഇന്ന് നിന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് മൂടുപടമുണ്ട്. പറയുമ്പോ വേദന തോന്നരുത്, പക്ഷെ യാഥാർത്ഥ്യതാണ്. കാര്യം ക്രിസ്തുവിലേക്ക് നീ വരുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ പൂർണ്ണതയാകുന്ന ക്രിസ്തുവിലേക്ക് നീ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തും ക്രിസ്തുവിനെ. അപ്പൊ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ഈ പണിക്ക് വന്നാൽ പണി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് വരുന്ന എപ്പോഴാ? മൂടുപടം നീങ്ങിയവർക്ക്. അല്ലാതെ പരിശുദ്ധാത്മാവ് വന്നിട്ട് പിന്നെ മൂടുപടം മാറുകയല്ല. പരിശുദ്ധാത്മാവ് ഉള്ളവരുടെ ജീവിതത്തിൽ മൂടുപടം മാറി. പരിശുദ്ധാത്മാവ് ആർക്കാ ലഭിക്കുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. അപ്പൊ ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെന്നേ. ആണോ? അങ്ങനെയാണോ? എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആരാന്ന് ചോദിക്കുമ്പോൾ ചോദ്യം കേൾക്കുന്ന ശ്രോതാവിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കുകയോ വചനം
വചനം പറയുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവന്റെ വായിൽ വായോടുകൂടെ സംസാരിക്കും. അവന്റെ വായിൽ ദൈവത്തിന്റെ വചനം കൊടുക്കും. ഈ വാക്യം പറയുന്നതല്ല വചനം കൊടുക്കുക എന്ന് പറയും. ചിലർ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറെ വാക്യം കാണാപ്പാടം പഠിച്ചിട്ട് 10-150 വാക്യം കാണാപ്പാടം പഠിച്ചിട്ട് അതിങ്ങനെ ഉരുവിട്ടൊടിക്കുന്ന അതല്ല മക്കളെ. ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുമ്പോൾ നിന്റെ നാം അത് പ്രസ്താവിക്കുന്നുണ്ടെങ്കിൽ നീയാണ് രക്ഷിക്കപ്പെട്ടവൻ, നീയാണ് ദൈവവൈതല. വാക്യം കാണാതെ പഠിപ്പിച്ച 100-200 വാക്യം പറയുന്ന നീ അല്ല. നിന്റെ ഹൃദയത്തിൽ മൂടുപടം കിടപ്പുണ്ട്. നീ ക്രിസ്തുവിലേക്ക് വന്നാൽ ആ പഴയ പണി വിട്ടിട്ട് നീ ക്രിസ്തുവിനെ കുറിച്ച് വരുമ്പോൾ ക്രിസ്തുവിലുള്ള വെളിപ്പാടുകൾ നിനക്ക് നൽകും. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടണം. ആമേൻ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആരാ നൽകുന്നത്? പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. ആമേൻ. ഈ CSI സമുദായത്തിൽ കിടന്നപ്പോഴും ഇതേ പ്രശ്നമുണ്ട് കേട്ടോ. അത് പറയാൻ പറ്റത്തില്ല. ഈ ന്യായപ്രമാണത്തിന്റെ ചിന്തയായിട്ട് എന്തുകൊണ്ടാ വന്നിട്ട് ബിഷപ്പ് വന്നിട്ട് കൺഫർമേഷന്റെ ഡേറ്റ് വന്നിട്ട് 10 കൽപ്പന വീണ്ടും ഇട്ട് ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാ 10 കൽപ്പന വീണ്ടും ഇട്ട് ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നത്? എന്നാണ് ഇങ്ങൾക്ക് ക്രിസ്തുവിനെ വെളിപ്പെടാത്തതാണ്? അതെന്നാണ്? അങ്ങനെ മൂടുപടമായിട്ട് അങ്ങ് ഡയോസിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് വന്നേക്കല്ലേ പിള്ളേരുടെ എല്ലാ ഹൃദയത്തിൽ മൂടുപടം ഇട്ട് കൊടുക്കാൻ. എന്നാ ക്രിസ്തു മാർഗം അതല്ല, അത് മതമാണ്. മാർഗം വേറെ. മാർഗം വിശ്വാസത്താൽ ഹൃദയത്തിൽ നിന്ന് മൂടുപടം നീക്കപ്പെട്ടവർ ക്രിസ്തുവിന്റെ തേജസ് ആത്മാവിൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഹൃദയത്തിൽ പ്രാപിച്ച വെളിപ്പാട് വായ പ്രസ്താവിക്കും. ഇതാണ് രക്ഷാനുഭവം എന്ന് പറയുന്നത്. ഇത് ഓരോരുവന്റെയും കൈ തലേ വെച്ചാൽ കിട്ടുന്നതല്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആ സത്യം ഗ്രഹിക്കണം. അപ്പോൾ ആ വാക്യം നമുക്കൊന്നും കൂടെ ശ്രദ്ധിക്കാം. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല. കാര്യം വളരെ ആഴമുള്ള വിഷയമാണ്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. മനസ്സിലാക്കട്ടെ, ക്രിസ്തുവിലേക്ക് നീ വരണം. ക്രിസ്തുവിലേക്ക് വരണം. കുറെ പാട്ട് പാടി എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. കുറെ വാക്യം വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. നീ ക്രിസ്തുവിലേക്ക് വരണം. ക്രിസ്തുവിലേക്ക് വരുന്ന എങ്ങനെയാ? നീ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ് ഉള്ളത്. ആമേൻ. അതുകൊണ്ട് പഴയ നിയമത്തിലേക്ക് ചാടുന്നവർ ശ്രദ്ധിക്കണം. അതിന്റെ പൂർണ്ണത ക്രിസ്തുവാണ്. പഴയ നിയമത്തിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എടുത്ത് ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ടേ അവസാനിപ്പിക്കാവുള്ളൂ. ഇല്ല വീണ്ടും കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഈ മൂടുപടവും മേടിച്ചു വിട്ടിട്ട് വീട്ടിൽ പോകും. അതും മൂടി പൊതിച്ചുകൊണ്ട് വർഷങ്ങളോളം ഇരിക്കും. പാട്ടും ആരാധനയും വിട്ടു. മൂടുപടത്തിന്റെ കീഴിലാണ് ഈ സ്തോത്രവും ആരാധനയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിലേക്ക് വന്നാലേ നിനക്കിത് വെളിപ്പെടുകയുള്ളൂ. ആമേൻ. അവിടെ ശ്രദ്ധിച്ചേ, നമ്മുടെ അവിടെ 10-ാം അധ്യായം വായിച്ച് അവിടെ വായിക്കുന്നത് അവിടെ എന്നാൽ അതെന്ത് പറയുന്നു അല്ലെ? ഒന്നും കൂടെ വായിക്കാം. വിശ്വാസമുള്ള നീതി ഇവണ്ണം പറയുന്നു. എന്ത് പറയുന്നു? ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ. അടുത്തത് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങുമെന്നോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവും മനസ്സും ഈ നീതീകരിക്കപ്പെട്ടവന്റെ മനസ്സ് സ്വർഗത്തിൽ ചെന്നു. ക്രിസ്തുവിനെ ഇറക്കണം. അപ്പൊ അവന്റെ മനസ്സ് അവിടെ ചെന്നു, സ്വർഗത്തിൽ ചെന്നു. ഇതാണ് നമ്മൾ തിരുമേശ എടുക്കുമ്പോ പറയുന്ന. നമ്മൾ കർത്താവിനെ വിവേചിക്കണം എന്ന് പറയുമ്പോ ഇങ്ങനെ മൂടുപടത്തിന്റെ കീഴിൽ നിനക്ക് ന്യായവിധി വരും. മനസ്സിലാകുന്നുണ്ടോ? എന്താ പ്രശ്നം? നീ വിവേചിക്കണം, കർത്താവിനെ കാണണം. ആമേൻ. ഹല്ലേലൂയ. ഇത് ആർക്കും നിന്റെ മേലെ എന്താ പറയാ നിർബന്ധിക്കാൻ പറ്റില്ല. നീ മാനസാന്തരപ്പെട്ട് കാണണം. ഇല്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് അറിയാവോ? ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവസാനത്തെ ശ്വാസം വരെ ഇങ്ങനെ ഇരിക്കും. കാഹളം തൊലിക്കുകയോ അവസാനത്തെ ശ്വാസം വലിച്ചു തീർന്നു കഴിയുമ്പോൾ അറിയാം നിന്റെ പ്രോഗ്രസ് സ്പോട്ട് മുമ്പിൽ കാണുന്നത്. സ്വതം ചിലതിന് ഇങ്ങനെ ആയുസ് മുഴുവൻ ഇങ്ങനെ മൂടുപടത്തിന്റെ കീഴെ കിടന്ന് ആയുസ് തീർക്കും. എന്തൊക്കെയുള്ള കാര്യമാണ് പറയുന്നത്, വിശ്വാസവളത്തിലുള്ള പറയുന്നത്. ഇതൊന്നും ഗ്രഹിക്കാതിരിക്കുന്നവരുണ്ട്. അവസാനത്തെ സ്പോട്ട് തീർന്നു കഴിയുമ്പോൾ കാഹളം തൊലിക്കുകയോ കർത്തസ്വത്തിന്റെ മരണം വന്നു കഴിയുമ്പോഴറിയാം നീ കിടന്നിട്ട് ഞെരിവിളി കൊണ്ടുവന്നു. കാര്യം അവസാനം ഇവന് അറിയാവുന്ന ഒരു സത്യമുണ്ട്. സംഭവം തീരാൻ പോവാ. അക്കരെ നാട്ടിൽ വല്ല അറിയാവുന്നത് ഈ ഒരു ജീവിയുണ്ട്. ജീവി കിട്ടി വെടി കിട്ടുമ്പോഴാണ് ആ ജീവി മുകളിലോട്ട് നോക്കുന്നത്. അതുവരെ ആ ജന്തു മുകളിലോട്ട് നോക്കൂല. ഇങ്ങനെ കുറെ പേരുണ്ട്. അവസാനത്തെ നിമിഷങ്ങളും മണിക്കൂറുകളും ഇനി ഞാൻ എന്നാ ചെയ്യുന്നു കണ്ടോ, അവൻ അപ്പോഴാ ബോധം വരുന്നത്. അപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ നീ നിന്റെ നല്ല കാലഘട്ടം മുഴുവനും നീ ഗ്രഹിച്ച് ജീവിക്കണേ. ഗ്രഹിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ അക്കരെ നാട്ടിലേക്ക് പോകത്തില്ല. ചിലർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലെന്നുള്ളതാണ്. യാതൊരു ബോധവുമില്ല. അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. അപ്പൊ ശ്രദ്ധിക്കണം, വിശ്വാസത്താൽ നീതീകരണം ലഭിച്ച ഒരു വിശുദ്ധൻ അവന്റെ മനസ്സിൽ അവൻ വിശ്വാസത്താൽ സ്വർഗത്തിലേക്ക് കയറുന്നുണ്ട്, പാതാളത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ വിശ്വാസത്തിന്റെ ആ വിശാലത ശ്രദ്ധിച്ചോ, അതിന്റെ അവസ്ഥ ശ്രദ്ധിച്ചോ. അവന്റെ ഉള്ളം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ അവിടെ പറയുന്നത് കർത്താവിനെ ഇറക്കണമെന്ന് ആരും സ്വർഗത്തിൽ കയറുന്നു വിചാരിക്കരുത്. തെറ്റാണത്. ആ ചിന്ത തെറ്റാണ്. അതുകൊണ്ട് ചിന്തിക്കണമെന്നല്ല, അങ്ങനെ ആ തിരിച്ചറിവ് തെറ്റാണെന്നല്ല. നീതീകരിക്കപ്പെട്ടവന്റെ കപ്പാസിറ്റി ഇവിടെ പൗലോസ് കാണിച്ചു തരിക. നീതീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ടവന്റെ ആത്മാവിന്റെ ശക്തിയും അധികാരവും കാണിച്ചു തരികയാണ് ചെയ്യുന്നത്.
അവിടെ അരുത് എന്ന് പറഞ്ഞത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? അതിന്റെ 8-ാം വാക്യം പറയുന്നത്, എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും, കണ്ടോ, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പോൾ ഇത് എന്താ ഈ പറയുന്നത്? ഈ വചനം, അതായത് കർത്താവിനെ അന്വേഷിച്ചിട്ട് സ്വർഗത്തിൽ കയറണം, താഴോട്ട് പോകണമെന്നൊന്നും അല്ല പറയുന്നത്. പിന്നെ എന്താ വേണ്ടത്? ഇത് ദൈവം തന്റെ വചന ഹൃദയത്തിൽ നൽകുന്നുണ്ട്, വായിൽ നൽകുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പത്യവചനമായിരിക്കണം കേട്ടോ. ചിലരിന്ന് പ്രോസ്പെരിറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്, ലോകസുഖവും ജഡസുഖവും, പിന്നെ എന്താ പറയുന്നത് കുറെ പോസിറ്റീവ് തോട്ട്സും എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ പിശാചിന്റെ പ്രൊഡക്ട്സ്, അതൊക്കെ വിട്ടുകളഞ്ഞൊക്കെ. ഞാൻ പറഞ്ഞു, പത്യവചനം നിനക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൽ വെളിപ്പെടുത്തിയ വചനം നിന്റെ വായിലൂടെ വരുന്നുണ്ടെങ്കിൽ, നീ ട്രാക്കിലാണ്. മനസ്സിലാകുന്നു? നീ ട്രാക്കിലാണ്. അതാണ് അതിന്റെ അകത്തെ യഥാർത്ഥ എവിഡൻസ് എന്ന് പറയുന്നത്. ആമേൻ. നീ ഉറയ്ക്കേണ്ടത് അതാണ്. സോ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ഉറച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ. ഇരിക്കുന്നു. ഇതാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, അങ്ങോട്ട് എത്തിയില്ലല്ലോ അല്ലെ? എന്താണ് ഇവിടെ പറഞ്ഞു വന്നത്? വായ കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ചിലര് ബുദ്ധിയിൽ ഇതെല്ലാം പഠിച്ചു വെക്കും. എങ്ങനെ എല്ലാം കൂടെ പഠിച്ചു അകത്ത് മൂടുപടം കിടക്കും. ചിലരുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ അകത്ത് മൂടുപടം കിടക്കും, ഹൃദയത്തില് മൂടുപടം കിടക്കും. എന്നിട്ട് ഓർത്ത് വെച്ചിട്ട് പറയും, യേശുവിനെ കർത്താവിന്റെ രക്ഷാവിനെ സ്വീകരിച്ചുകൊണ്ട് ഇവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവരുടെ പ്രശ്നം ശ്രദ്ധിക്കണം. ചിലരിങ്ങനെയാണ്, അവര് രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവര് മറ്റുള്ളവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ആമേൻ. അങ്ങനത്തെ അവസ്ഥയുണ്ട്. കാര്യം ഈ വാക്കിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്. എന്താ പറയുന്നത്? യേശുവിനെ കർത്താവ് എന്ന്. നീ എങ്ങനെയാണ് യേശുവിനെ കർത്താവ് എന്ന് നീ വിശ്വസിക്കുന്നത്? ഇത് ഹൃദയത്തിലാണ് നടക്കുന്നത്. നീ കണ്ടിട്ടുണ്ടോ കർത്താവിനെ? ക്രിസ്തു കർത്താവാണ്, ദൈവപുത്രനാണ്. നീ കണ്ടിട്ടുണ്ടോ? നീ ആത്മാവിൽ കണ്ടിട്ടുണ്ടോ? ആത്മാവിൽ രുചിച്ചിട്ടുണ്ടോ കർത്താവിനെ? ഇല്ലെങ്കിൽ പിന്നെ നീ എന്താ ഈ പറയുന്നത്? പോഷ്കല്ലേ. ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കേണ്ടതാണ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് എന്താണ്? അവിടെ വചനം പറയുന്നത്, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം, ഉപദേശത്തിൽ നിലനിൽക്കണം. ആമേൻ. ചിലർക്ക് എന്താ പറയുന്നത് ഭയങ്കര പലരോടും മമതയുള്ള തലത്തിലാണ് വചനം പോകുന്നത്. വചനം അതിന്റെ ഉപദേശത്തിൽ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിന് സഹോദരൻ നമ്മൾ സംസാരിക്കാൻ അനുവദിക്കണം. മനസ്സിലാകുന്നു? ചിലർക്ക് പാർഷ്യലായിട്ട് ചിലരുടെയൊക്കെ വചനം വരുന്നത്, ചിലർക്ക് അങ്ങോട്ട് വരത്തില്ല. സോപ്പ് തേച്ച് ഇപ്പൊ കൊച്ചില്ലാതായേക്ക. ആമേൻ. അങ്ങനെ ചിലരുണ്ട് അല്ലേ? സോപ്പ് തേച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതായി. അങ്ങനെ ഇപ്പൊ കുളിപ്പിച്ച് കൊച്ചില്ലാതായേക്കുവാണ്. ചിലരുടെ അവസ്ഥ എങ്ങനെയാണ്? പക്ഷെ മനസ്സിലാക്കണം കേട്ടോ, ഉപദേശത്തിലല്ല നിൽക്കുന്നതെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആമേൻ. ഈ ഭൂമിയുടെ സെറ്റപ്പ് ഒക്കെ അങ്ങ് മാറും. ഇവിടെ കേന്ദ്രവും മേളത്തെ മുഴുത്തവന്മാരൊന്നും അങ്ങോട്ട് ചെല്ലുമ്പോഴില്ല. അവിടെ ചിലപ്പോൾ കർത്താവേ ഉള്ളൂ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിന്നെ ഏൽപ്പിച്ചതിന്റെ റിസൾട്ടും റിപ്പോർട്ടും വായിക്കുമ്പോഴാണ് നീ ലജ്ജിച്ചു പോകുന്നത്. ഈ ഭൂമിയിൽ ആരെങ്കിലും പേടിച്ച് ഏൽപ്പിച്ച ദൗത്യം മറന്നിട്ടുള്ളെങ്കിൽ നീ ലജ്ജാപാത്രമായിട്ട് തിരിക്കും. ഒരു മടിക്കോ ഒരു സംശയിക്കേണ്ട കാര്യമില്ല. ഇവിടെ തൽക്കാലം ഇതൊക്കെ വെളിപ്പെടാനൊക്കെ ഇച്ചിരി ഷോർട്ടേജ് ഉണ്ട്. എന്നാൽ ഒരു ഷോർട്ടേജും ഇല്ലാത്ത ഒരു രാജ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ളത് വെളിപ്പെട്ടു വരുന്നത്. ആമേൻ. വായിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. അപ്പൊ മനസ്സിലാക്കണം, ഹൃദയം കൊണ്ട് നീതിക്കായിട്ട് വിശ്വസിക്കണം, വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്യേണ്ട കാര്യമാണ്. ഇത് വ്യക്തിപരമായിട്ട് ചെയ്യണം, അനുഭവം ഉള്ളവനാ ചെയ്യേണ്ടത്. പരപ്രേരണയോടുകൂടെ ചെയ്യുന്നവരുണ്ട്. പ്രേരണ എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ പറഞ്ഞുകൊണ്ട് യേശു എന്റെ കർത്താവാണ്. അതല്ല സംഭവം. യേശു എന്റെ രക്ഷകനാണ്. അതല്ല സംഭവം. പിന്നെ എന്നാണ്? പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തണം. നീ ദൈവ പൈതലാണോ എന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തണം. ആമേൻ. അതിന് നീ അതിനെന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ന്യായപ്രമാണത്തിന്റെ അവസാനമാണ് അവൻ ഉള്ളത് എന്ന് നീ അംഗീകരിച്ചാലേ ഇത് സംഭവിക്കുന്നുള്ളൂ. ആമേൻ. ഹല്ലേലൂയ.
ഒരു കാര്യം പറയാം, ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ വാഗോട്ട് ഏറ്റു പറയാൻ ഒരു രക്ഷിക്കപ്പെടുകയുമില്ല കേട്ടോ. ആമേൻ. അത് വേറൊരു വലിയ സത്യമാണ്. ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല. ചിലരിങ്ങനെ ഭിത്തി ചാരി ഒരു സംഘടനയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലാക്കണം, ഭിത്തി ഇടിഞ്ഞു വീഴുകയും നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്നവർ ചെറുക്കാൻ കർത്താവ് വീണ്ടും വരുന്നു. ഒരുങ്ങിയിരിക്കുന്നവനെ കൊണ്ടുപോകാനാണ് വരുന്നത്. ആമേൻ. ഇങ്ങനെ ഭിത്തി ചാരി ഇരുന്ന് ആയുസ് കളഞ്ഞവനെ ഒന്നും കർത്താവ് കൊണ്ടുപോകത്തില്ല. എന്തിനാ കൊണ്ടുപോകുന്നത്? മനസ്സിലാക്കണം. ഗുണപ്പെടാത്ത ഒന്നിനെയും കർത്താവ് കൊണ്ടുപോകത്തില്ല. ഭീരുക്കളെ കർത്താവ് വേണ്ട. ചിലർ ചിന്തിക്കുന്നത് ഇവിടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, അവിടെ ചെല്ലുമ്പോ കർത്താവ് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഇവിടുന്ന് പോകുന്നില്ലല്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇവിടുന്ന് പൊങ്ങുന്നില്ലല്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ. ശ്രദ്ധിക്കണം, അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കർത്താവിന്റെ രാജ്യത്ത് വില പോകുകയില്ല. ആമേൻ. വായിച്ചാട്ടെ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഓരോരുത്തരും ലജ്ജിച്ചു പോകുകയും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഈ മൂടുപടം മാറി ആത്മാവിൽ പ്രതികരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. അപ്പോൾ ലജ്ജിച്ചു പോകുന്നവർ സ്വർഗത്തിലുണ്ട്, അല്ലെങ്കിൽ ചിലർ നിത്യ ലജ്ജയ്ക്കായിട്ട് എടുക്കപ്പെടും. ആ ലജ്ജയ്ക്കായിട്ട് എടുക്കപ്പെടുന്നവരിൽ എന്ത് സംഭവിക്കുന്ന അറിയാം? ഈ പ്രവർത്തനം നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയോ അവിടെ ചെന്നു. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു ലജ്ജയ്ക്കായിട്ടാ. കാര്യം അവരിൽ തേജസ് കുറവായിരിക്കും. ആരിലാന്ന തേജസ് കൂടുതല്? നമ്മൾ വലിയ 30 ലക്ഷം രൂപയുടെ കാറിൽ നിന്ന് പോയ തേജസ് കിട്ടത്തില്ല. വലിയ ആൾബലമുള്ള സംഘടനയിൽ നിന്ന് തേജസ് കിട്ടത്തില്ല. തേജസ് കിട്ടണമെങ്കിൽ ക്രിസ്തു പോയ വഴിയിലൂടെ പോകണം. അവിടെയാണ് തേജസ് ഇരിക്കുന്നത്. ആമേൻ. കർത്താവ് പോയ പോലെ പോവോ? കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുവോ? കർത്താവ് എന്തിനായിട്ട് നിലനിന്നു? അവന്റെ നാവ് എന്തിനായിട്ട് സംസാരിച്ചു? എന്റെ ചുറ്റുമുണ്ട് പരീശന്മാർ, എന്റെ ചുറ്റുമുണ്ട് പുരോഹിതന്മാർ, എന്റെ ചുറ്റുമുണ്ടെന്ന് ഓർക്കണം. ഉപദേശം തള്ളിക്കണങ്ങുന്ന പീലാത്തോസുമാരും ഹേരോദാവുമാരും അന്ന് മാത്രമല്ല ഇന്നുകൊണ്ട് ഓരോ പൗരന്റെ ചുറ്റുമുണ്ട്, ഓരോ വിശ്വാസിയുടെ ചുറ്റുമുണ്ട്. പക്ഷെ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, സ്വർഗം പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ ഭാവമാണ്. അത് നിന്നിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ ഒന്നുകൊണ്ടും ഗുണപ്പെടുന്നില്ല. ആമേൻ. വായിച്ചാട്ടെ. വായിച്ചാട്ടെ, വേഗം വായിക്കുക. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. കണ്ടോ? വ്യത്യാസമില്ല. കാര്യം കർത്താവ് ന്യായപ്രമാണത്തിന്റെ ഒടുവിലാണ് അവൻ തകർക്കപ്പെട്ടത്, അവൻ യാഗമായി തീർന്നത്. അതുകൊണ്ട് യഹൂദനാണെന്നും പറഞ്ഞുകൊണ്ട് തല ഉയർത്തിയാണെന്നും പൗലോസ് പറഞ്ഞു അവന് ഒരു രക്ഷയില്ല. യഹൂദനാന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല. പിന്നെ ഇവിടെയുള്ള ലോക്കൽ ജാതികൾക്കാണ് പിന്നെ പ്രത്യേകത. ആണോ? ഇവിടുത്തെ ലോക്കൽ ജാതികൾക്കാണോ പ്രത്യേകത? മറ്റേതെങ്കിലും മാത്രം ഇതൊന്നുമില്ല. ദൈവസന്നിധി ഒന്നുമില്ല. കാരണം ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ ഒടുവിലായിട്ട് അവൻ മരിച്ചിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് കൂടുതലായിട്ട് ഏതെങ്കിലും പ്രത്യേക കാറ്റഗറിയിലാ ജനിച്ചത്, അല്ല പ്രത്യേക ഒരു വിവാദത്തിലാണെന്ന് പറയുന്നവരെ ശ്രദ്ധിച്ചുകൊണ്ട് നീ ലജ്ജാപാത്രമായിട്ട് തീരും. ഈ ആയുസ്സിൽ നീ സുഖമായിട്ട് ജീവിക്കും കേട്ടോ, ഒരു മുടക്കമില്ല. പലരെ ഉപദ്രവിച്ച് പലരെ തകർത്ത് സുഖമായിട്ട് ജീവിക്കും. പക്ഷെ നിന്റെ അവസാനത്തെ ശ്വാസം വലിച്ചു കഴിയുമ്പോൾ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടും. അത് നിത്യ ലജ്ജയ്ക്കായിട്ടായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത്. വായിച്ചാട്ടെ. വ്യത്യാസമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. കണ്ടോ? കർത്താവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. അടുത്തത്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? എനിക്ക് ഈ വാക്യം വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ഒത്തിരി കാര്യം ഇടപെട്ടി. എന്തുകൊണ്ടാ ചിലര് പ്രാർത്ഥിക്കാത്തത്? ചിലർ ആരാധിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചിലർ വചനം പറയുമ്പോ എനിക്കതാണ്ട് പോയ പണ്ട് ഒരു ജന്തുവിന്, ഒരു മൃഗത്തെ കുറിച്ച് മുമ്പ് ഒരു സാധനം പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താ കാര്യം? അവർ ഈ വാക്യം പൗലോസ് പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു കാരണം അവർ വിശ്വസിച്ചിട്ടില്ല, അല്ലെ പിന്മാറ്റത്തിലാണ്. കണ്ടോ? അവര് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഇത് രണ്ടും സംഭവിക്കാത്തവർ എന്തുകൊണ്ട് അനങ്ങാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവര് കേട്ടിട്ടില്ല, വിശ്വസിച്ചിട്ടുമില്ലെന്നേ. അപ്പൊ പ്രസംഗിക്കേണ്ടത് പ്രസംഗിച്ചാലേ കേൾക്കേണ്ടത് കേൾക്കത്തുള്ളൂ. അപ്പോൾ പല സംഘടനയ്ക്കകത്തും സഭയ്ക്കകത്തും
ചിലരിങ്ങനെ ഡെഡ് ബോഡി പോലെ ഇരിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, അതിൻ്റെ അത് പ്രസംഗിക്കേണ്ടത് പ്രസംഗിക്കുന്നില്ല. ആരും അയക്കാതെ ആ വാക്യം വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചേ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കണ്ടോ, വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പൊ ചിലര് സംഘടനയ്ക്കകത്ത് സഭയ്ക്കകത്ത് മിണ്ടാതെ പ്രാർത്ഥന ആരാധന ഇല്ലാതിരിക്കാരും ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അല്ലെങ്കിൽ പ്രസംഗിക്കേണ്ടവൻ വിശ്വാസത്തിന്റെ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നില്ല. ആമേൻ. വിശ്വസിക്കാത്തതിന്റെ കാര്യങ്ങൾ പലതാകട്ടെ. ചിലരെ സംബന്ധിച്ച് ഇങ്ങനെ ഈ കൊതിക്കറു എന്നൊക്കെ പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. ചിലത് വന്നിങ്ങനെ ഇരുന്ന് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഇനി പോകുന്നില്ല, ഞാൻ അങ്ങ് തീർന്നാ മതിയായിരുന്നു. അപ്പൊ ചിന്തിക്കും, അയ്യോ കർത്താവ് മേഘം ചായച്ചിറങ്ങി വരും ഇവന്റെ ശാഠ്യത്തിന് മുമ്പിൽ. ഒന്നും സംഭവിക്കില്ലടാ. നിന്നെ പോലെ എത്ര എണ്ണത്തെ കണ്ടിട്ടാ കർത്താവ് ഇരിക്കുന്നത്. കർത്താവിനറിയാം നിന്നെ എങ്ങനെ നടത്തണം എന്നുള്ളത്. വായിച്ചേ. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതുകൊണ്ട് എന്തുകൊണ്ടാ പ്രതിസന്ധി വരുമ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥന ഇല്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ, പ്രതിസന്ധിയുടെ നടുവില ഹൃദയത്തിൽ പ്രാർത്ഥന ഇല്ലാത്തവരൊന്നും വിശ്വസിക്കുന്നില്ലെന്നേ. അവര് സംഘടനയ്ക്കകത്തുണ്ട്, അവരതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ശ്രദ്ധിക്കണം, വിശ്വസിക്കുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, ഈ വിശ്വസിക്കാത്തവനും കൃപയില്ലാത്തവനെയൊക്കെ അകത്ത് പിടിച്ചിരുത്തിയ പിന്നീട് അവൻ എന്ത് ചെയ്യും? അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും. കാര്യം ഇവനിലിരിക്കുന്ന സാത്താൻ പോകത്തില്ല, ഇവനെ വിടത്തില്ല. അടുത്ത ചെയ്യാൻ പറ്റുന്ന അവൻ ഇരിക്കുന്ന ഇടം വഷളാക്കുക എന്നുള്ളത് ഈ പിശാചിന്റെ അടുത്ത അജണ്ട. അതിന് നേരെ ഇരിക്കുന്നതിനും കൂടെ കലക്കും. അപ്പോഴും അസ്തോത്രം, പ്രസംഗിക്കേണ്ടത് പ്രസംഗിക്കാത്ത സംഘടനയാണെങ്കിൽ അതിൻ്റെ അകത്തെ വിശുദ്ധന്മാരെല്ലാം ബലി കൊടുക്കേണ്ടി വരുമോ? ഇങ്ങനെ ഒത്തിരി സംഘടനകളുണ്ട്. ആമേൻ. സത്യം പ്രസംഗിക്കാതെ മൂടിവെച്ച് കൃപയിൽ ഇരിക്കുന്നവന്റെ കൃപ നശിപ്പിക്കുക, അനേകരെ തകർത്ത് കളയുക. അപ്പോൾ ചോദിക്കുന്നു, അപ്പൊ നീ അത്ര കൃപയുള്ളവൻ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന കാര്യം ഒന്ന് ഇറങ്ങിപ്പോയ പോലെ. അതിനാണ് പരിജ്ഞാനവും ദൈവശക്തിയും വേണം. അതില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നതങ്ങോട്ട് അനുഭവിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നന്നാകും, എന്നിട്ട് ഞാൻ ശരിയാകും. അവൻ നന്നാകുകയുമില്ല മകനെ, നീ ശരിയാകുകയില്ല. നീ ഇറങ്ങിപ്പോയാലേ ശരിയാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇറങ്ങി നീ എന്ന് പോകുന്നു അന്ന് നിന്റെ മുമ്പിൽ ദൈവം വഴി തുറക്കും. ചിലര് വർഷങ്ങളായിട്ട് കെട്ടപ്പെട്ട് കിടക്കുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? നീ നിൽക്കുന്ന ഇടത്തു നിന്നും മാറുന്നില്ല. കാരണം എന്നാ? നിൽക്കുന്ന സംഘടന നന്നാകട്ടെ. നന്നാവോ? ഞാനൊരു സമുദായക്കാരനായിരുന്നു. നിൽക്കുന്ന സംഘടനയെല്ലാം പിശാചി കയറിപ്പോ മനസ്സിലായി അത് നന്നാകത്തില്ല, വിട്ടോടുകയുള്ളൂ. പണ്ടൊരു ദൈവദാസൻ ഇപ്പോഴും ഓർക്കുന്നു, കാന വെച്ച് അത് പറഞ്ഞ ഒരു പദം ഞാൻ ഓർക്കുന്നുണ്ട്. മതം പഴകിയാൽ അത് നന്നാക്കാന്ന് വിചാരിക്കണ്ട, അതിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമേ വഴിയുള്ളൂ. ആ ദൈവദാസന് പറഞ്ഞ അനുഭവിച്ചിട്ടാ. മതം പഴകി അതിനകത്ത് നിന്ന് പിന്നെ നന്നാകൂന്ന് വിചാരിക്കരുത്, ഓടി രക്ഷപ്പെട്ടോണം. ദൈവകൃപ ദൈവസാന്നിധ്യം ഉള്ളിടത്തേക്ക് ചെന്നോണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഈ ലോകം മാത്രമല്ല, ദൈവരാജ്യം കൂടെയാണ്. നിന്റെ പരിവക്കേടിന്റെ അകത്തിരുന്ന് നിന്നെ സഹായിക്കാനല്ല, നിന്നെ അത് വിട്ടു പുറത്തു വരുവാനാണ് കർത്താവ് സഹായിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ അവരെ അവിടെ ഇട്ട് ഫറവോനെ തട്ടിക്കളഞ്ഞ് അവന്റെ കുടുംബത്തെ എല്ലാം കൂടെ അങ്ങ് ഉന്മൂലനമാക്കിയിട്ട് മിസ്രൈമിൽ കിടത്തുന്നതല്ല ദൈവപ്രവൃത്തി. അവനെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരണം. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി. മനസ്സിലാകുന്നുണ്ടോ? അവനെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയത്. മിസ്രൈമിൽ ഇരുത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പദ്ധതിയല്ല. അനേകർ അവിടെ നിന്നുകൊണ്ട് മിസ്രൈമിൽ നിന്ന് നന്നാകാൻ വേണ്ടി ഇരിക്കുക. മിസ്രൈം നന്നാകത്തില്ല കേട്ടോ, അത് മറ്റൊരുവന്റെ അവകാശത്തിന് കീഴിലിരിക്കുകയാണ്. നിന്റെ അവകാശം അവിടെ ഇല്ല. നീ അവിടെ നിന്ന് ഇറങ്ങി ദൈവ പദ്ധതിക്കായിട്ട് തിരിയണം. വായിച്ചാട്ടെ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കണ്ടോ, എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. വായിച്ചോ. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വേണ്ട. ക്രിസ്തുവിന്റെ വചനം പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിലും വായിലും കൊടുക്കണം. ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടുന്ന നോട്ട് എടുത്ത് വെച്ച് പ്രസംഗക്കുറിപ്പുണ്ടാക്കി ഇട്ട മൂടുപടം പറന്നു വന്ന് ജനത്തിന്റെ ഹൃദയത്തിൽ കിടക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. കുറെ പ്രസംഗക്കുറിപ്പ് ഒരുവനെ ഒരിടത്തും എത്തിക്കാത്ത കുറെ പ്രസംഗക്കുറിപ്പ് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നില്ലല്ലോ. ന്യായപ്രമാണത്തിന്റെ ഒടുവിലായി വെളിപ്പെട്ട ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നതല്ല അതിന്റെ പ്രസംഗക്കുറിപ്പ്. അത് തീയിലെറിഞ്ഞു കളയുന്ന മകനെ നല്ലത്. 3 വർഷക്കാലം വെറുതെ ഒരു ഗുണവുമില്ല.
വായിച്ചേ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഈ പദത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് യഹൂദന്മാര് കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പക്ഷേ കേട്ടിട്ട് അവർക്ക് വിശ്വാസമായിട്ട് പരിണമിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കാര്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ അകത്ത് ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവം മറ്റു ചിലരെ തെരഞ്ഞെടുക്കും. ആമേൻ. മറ്റു ചിലരെ ദൈവം തെരഞ്ഞെടുക്കും. വേഗം വായിച്ച വേറൊരു ഭാഗം കൂടെ എടുത്തു. ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. കണ്ടോ? ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിനക്ക് എരിവ് വരുത്തും. അതെന്തിനാണ്? ഞങ്ങളല്ലാതെ വേറൊരു മനുഷ്യനും വേറൊരു ജാതിയിലും ഈ ദൈവം ഇടപെട്ടിട്ടില്ല. ഞങ്ങളെ കണ്ടിട്ടേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ഇടപെട്ട എന്നിലൂടെ ഇടപെടുകയുള്ളൂ, എന്നോട് സംസാരിക്കുകയുള്ളൂ. ഈ വിധത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എരിവ് വരുത്തുമെന്നാ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അവർ തള്ളിക്കളഞ്ഞിരിക്കുന്ന മൂഢജാതി എന്നറിയപ്പെടുന്ന സകല ജാതികളും ഈ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോഴാണ് നിനക്ക് എരിവ് വരുന്നത്. നമുക്ക് ഇതിനോട് ചേർത്തൊരു ഭാഗം കൂടെ വായിക്കണം. നമുക്ക് ഈ ഭാഗത്തേക്ക് മടങ്ങി വരണം, വേഗം തീർക്കണം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 11-ന്റെ 1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഇവിടെ വായിക്കുന്നത് ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. ശ്രദ്ധിക്കണം, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്, ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ശ്രദ്ധിക്കണം കേട്ടോ, ഈ എരിവ് വരുത്തുന്നത് എങ്ങനെയാന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് പുതിയ നിയമത്തിന് വെളിച്ചത്തിൽ തന്നെ നോക്കുകയാണ്. കാരണം ഈ രംഗം അവിടെ ശ്രദ്ധിക്കണം. ദൈവസഭ, സ്വർഗത്തിലെ ദൈവം യെരൂശലേമിൽ ദൈവപദ്ധതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോസ്തലന്മാര് പ്രധാനികളാകുന്ന മൂപ്പന്മാരായിരിക്കുന്ന 3 പേര് അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇത് 3 പേരും സ്തോത്രം അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷെ ഇവർ പറഞ്ഞു വരുമ്പോൾ ഇവർ യഹൂദന്മാരാണ്. ഒരു വശത്ത് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെല്ലാം ഒരു വശത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യഹൂദന്മാരുടെ രക്ഷയ്ക്കായിട്ടാണ് യേശുക്രിസ്തു വന്നത്, മറ്റാരെ രക്ഷിക്കാനല്ല. അതുകൊണ്ട് വിശ്വസിക്കുന്ന യഹൂദന്മാർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമെന്നുള്ള ആശയോടെ യഹൂദന്മാരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മിനിസ്ട്രി ആയിരുന്നു സ്വതന്ത്രം പത്രോസ്, യാക്കോബ്, യോഹന്നാനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത ശ്രദ്ധിക്കണം, ഇവർക്ക് എരിവ് വരണം അല്ലേ? എരിവ് വെറുതെ വരത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസും യാക്കോബും യോഹന്നാൻ ഇവര് ശക്തമായിട്ട് ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജാതികളിൽ എങ്ങുമില്ലെന്ന് ഓർക്കണം സ്വതന്ത്രം രക്ഷയുടെ പദ്ധതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ജാതികളിലേക്ക് തിരിയണം. അതാണ് നമ്മുടെ സുവിശേഷത്തിന്റെ ലൈനിലൂടെ ചിന്തിക്കുമ്പോൾ ജാതികളിലേക്ക് ചെല്ലണം. പക്ഷെ അങ്ങനെയല്ല. ഇവർക്ക് യഹൂദന്മാരായ ആ ചിന്താഗതിയുള്ള പത്രോസ് ഉൾപ്പെടെയുള്ള യഹൂദന്മാർക്ക് ദൈവ സകല ജനത്തിനും ദൈവമായിരിക്കുന്നു എന്നുള്ള ചിന്ത വരുമ്പോൾ ആ ചിന്ത മറ്റൊരു ലൈനിലാണ് ഇടപെടുന്നത്. ശ്രദ്ധിക്കണം, ഇവരോട് ദൈവം ഇടപെടുകയോ? ഇവരോട് ദൈവം പദ്ധതി, ഇവരിൽ അഭിഷിക്തന്മാരോ, ഇവരിൽ ശുശ്രൂഷകരോ? ആ ചിന്ത വരിക എന്ന് പറഞ്ഞാൽ ചിലർക്ക് എരിവ് വരുത്തണം. അതായത് ഇവരുടെ ഹുങ്ക് ഒന്ന് കുറയ്ക്കണം. മനസ്സിലാകണം, നമ്മെ ദൈവം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹുങ്കൊക്കെ ദൈവം ഒന്ന് കുറയ്ക്കും. നമ്മുടെ അഹങ്കാരമൊക്കെ ദൈവം ഒന്ന് കുറയ്ക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സഹോദരൻ, പണ്ടേ
ഞാനിപ്പോഴും ഓർക്കുന്നത് ഈ പണ്ട് ഈ വിവാഹത്തിന് പോകുമ്പോൾ, പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ പഴയ വീടുകളിലൊക്കെ വിവാഹത്തിന് പോകുന്ന സമയത്ത് ഈ രാത്രി മഴ പെയ്യുമ്പോൾ മുറ്റത്ത് പന്തലിട്ടിരിക്കും. ഇത് കയറി വന്ന് പറയാൻ കിട്ടുന്ന ഒരു ആലോചന കൊണ്ട് ഞാൻ പറയുന്നത്, ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ ടാർപോളിൻ അതിങ്ങനെ വെള്ളം നിറഞ്ഞ് താന്നിരിക്കും. കാര്യം പറഞ്ഞാൽ അത് ടാർപോളിനാണ്, ടാർപ്പയാണ്. അതിന്റെ അടിയിൽ നിന്ന ജനം ഇരിക്കുന്ന, പ്രാർത്ഥിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്ന അതിന്റെ അടിയിൽ ഇരുന്നുകൊണ്ട് ബെഞ്ചിട്ടോണ്ടാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഈ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ കാഴ്ച നോക്കുമ്പോൾ ഒരു പേടി, എപ്പോഴാ ഇത് പൊട്ടി താഴെ വീഴുന്നൊരു പേടിയാണ്. അപ്പൊ അവിടെ ചേട്ടന്മാരെന്നെ കാണിക്കുന്ന ഒരു കമ്പുമായിട്ട് കൊണ്ട് ചെല്ലും. ചെന്നിട്ട് ഏറ്റവും കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നല്ല, ഏറ്റവും വെള്ളം കൂടി നിൽക്കുന്നതിന്റെ ഏറ്റവും അടിയിൽ കമ്പ് കൊണ്ട് ഇങ്ങനെ പൊക്കി വീഴുമ്പോൾ വെള്ളം മുകളിൽ നിന്ന് നേങ്ങിട്ട് താഴോട്ടി ഒന്ന് വീഴുന്ന അവസരം. പിന്നെ കുറെ നേരത്തേന് അവിടെ എന്ത് കാണത്തില്ല, വെള്ളം കയറത്തില്ല. ഇതുപോലെ ചില വിശ്വാസികളുമുണ്ട്. ചിലരുടെ ഉള്ളത്തിൽ ഇതുപോലെ നിറഞ്ഞു കിടപ്പുണ്ട്. ദൈവത്തിന് അറിയാടാ നിന്റെ എവിടെ കൂട്ടിയാലാ നീ നേരെയാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ പത്രോസ് ഇങ്ങനെ ഇരിക്കുക, ദൈവത്തിന്റെ കൽപ്പന അകത്തിരിക്കുക, ശുശ്രൂഷ അകത്തിരിക്കുക, പക്ഷെ നീ ഉപയോഗിക്കപ്പെടാതെ കിടക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം നീ എവിടെ കൂട്ടിയാലാണ് നീ പുറത്തു വരുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ചേർത്ത് മോദപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ വചനം ശ്രദ്ധിക്കണം. അവിടെ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് ഇത് കാര്യങ്ങളെ വിവരിച്ചു പറയുമ്പോൾ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണാം. ഈ എരിവ് വരുത്തുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? ആമേൻ, വായിച്ചാട്ടെ. പത്രോസ് യെരൂശലേമിലെത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. ഈ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. കണ്ടോ എവിടാ പിടുത്തം? എവിടെയാണ് പിടുത്തം? നീ അഗ്രചർമ്മികൾ നമ്മളെ സംഘടനപ്പെടാത്തവർ തന്നെ പ്രസംഗിക്കാനും ശുശ്രൂഷിക്കാനും പോയി. കണ്ടോ? അതാണ് പ്രശ്നം. അപ്പൊ ചോദിക്കുള്ളൂ, അയ്യോ നീ അഭിഷിക്തനല്ലേ? അതെ. അത് ശുശ്രൂഷയുള്ളതല്ലേ? അതെ. നീ അപ്പോസ്തലനല്ലേ? അതെ. കർത്താവിന്റെ ശിഷ്യനല്ലേ? അതെ. പക്ഷെ നീ ഇപ്പൊ ചെയ്തെന്താ? അത് ദൈവത്തിന്റെ പദ്ധതി. എങ്ങനെ സംഘടന മറ്റെടുത്ത് പോകുന്നു? മനസ്സിലാവട്ടെ. നിന്റെ വായ അടയാതെ പൗലോസ് പുറത്തു വരത്തില്ല. പത്രോസ് എന്തിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാവോ? വരണം പറയുന്നു. മനസ്സിലായോ? നിനക്കല്ലേ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ മടുപ്പ്. എന്റെ ശിഷ്യൻ വരുന്നുണ്ട്. ആര്? പൗലോസ്. ആമേൻ. ചില ദൂതാണിത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി ശ്രദ്ധിക്കണം നിന്റെ അകത്ത്. അപ്പോൾ അവിടെ അവരോട് കൂടെ നീ തിന്നു കുടിക്കുവാൻ പോയി, അവരോട് കൂടെ ഭക്ഷിച്ചു. അപ്പൊ അകത്ത് ന്യായപ്രമാണത്തിന്റെ കൽപ്പന എല്ലാം കിടക്കാൻ. പുറം ജാതിക്കാരോട് നമ്മൾ ഇടപെടരുത്, അവരോട് തിന്നരുത്, കുടിക്കാരോട് യാതൊരു സമ്പർക്കം പാടില്ല കേട്ടോ. കർത്താവ് യേശുക്രിസ്തു രക്ഷകനാണ്, യഹൂദന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി മാത്രം. അപ്പൊ ഇവരങ്ങോട്ട് ജാതി സ്പിരിറ്റ് ആയിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മൾ അഭിഷേകത്തും പെന്തക്കോസ് നാളൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ ഈ പെന്തക്കോസ് നാളിന്റെ അവസ്ഥ കഴിഞ്ഞിട്ട് ഇവന്മാര് കൂടുമ്പോണ്ടല്ലോ പക്കാ ജാതി പറച്ചിലാന്ന് ഓർക്കണം. പക്കാ ജാതി പറച്ചില്ല. ഇവന്മാർക്കൊന്നും വേറൊന്നും കാണാൻ മേല. ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, തേജസ്സിന്റെ ശുശ്രൂഷയും തേജസ്സിന്റെ സുവിശേഷയും ഏൽപ്പിക്കപ്പെട്ടവൻ ജാതീയ വ്യവസ്ഥയിൽ ഇരുന്ന നിന്നെ കർത്താവ് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നിന്നെ കൊണ്ട് അത് പൊളിപ്പിക്കും ദൈവം. ഹല്ലേലൂയ. ചിലർക്കിത് മനസ്സിലാകത്തില്ല. അപ്പോൾ എന്നെ ഇത് ഉള്ളത്തോടെ ഇടപെട്ടൊരു കാര്യം ഞാൻ ഈ വായിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഈ ജാതീയ സ്പിരിറ്റ് കിടക്കുകയാണ്. അത് പോകുന്നില്ല. കാര്യം പ്രമാണം കിടക്കുക. നമ്മൾ എല്ലാവരും ഇങ്ങനെയല്ലേ വിശ്വസിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഈ ശുശ്രൂഷയെ വന്നു കഴിയുമ്പോഴേ ഈ വേണ്ടാത്ത ചില എഗ്രിമെന്റിലേക്ക് പോകരുത്. ദൈവവചനം പറയാത്ത ഈ എഗ്രിമെന്റിലേക്ക് പോകരുത്. ഉപദേശം പറയാത്ത എഗ്രിമെന്റിലേക്ക് ചെല്ലരുത്. അതിനൊക്കെ ബന്ധനമായിട്ട് തീരും. ആരോടാ ഇത് പറയുന്നതെന്ന് അറിയത്തില്ല, എങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന കൃത്യമായിട്ട് ഇത് പറഞ്ഞ് അറിയുകയാണ്. ചിലർക്ക് ബന്ധനമാണ് അതൊക്കെ. പറയാത്ത കാര്യങ്ങളിലും വേണ്ടാത്ത റൂട്ടുകളിലും പോയിട്ട് ബന്ധനമായിട്ട് തീരുകയാണ്. വേറൊന്നും കാണാൻ കഴിയുന്നില്ല. അല്ലേ? വായിച്ചേ, തുടർന്ന് വായിച്ചേ. നമുക്ക് കാര്യം എന്താണ് ക്രമമായിട്ട് വിവരിച്ച് പറയാം. അല്ലെ? നമുക്ക് അതിന്റെ 10-ാം അധ്യായത്തിന്റെ അകത്ത് സ്തോത്രം, ഹല്ലേലൂയ, അവിടെ സ്തോത്രം അതിന്റെ സ്തോത്രം അതിന്റെ 26, 10-26 മുതൽ ഒന്ന് വായിച്ചേ. 10-26. ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവരോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്ന് അനേകർ വന്ന് കൂടിയിരിക്കുന്നത് കണ്ട അവനോട് അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും
അവരുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോ അവിടത്തെ ഉപദേശം പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് നിരപ്പ് വന്നത് ശ്രദ്ധിച്ചോ? ഈ ഇപ്പൊ കുമ്പനാടൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പഹാത്തെറിയ അടിയും ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു നിരപ്പും വരാതെ പുൽപ്പിറ്റിന്റെ മുകളിൽ കിട്ടും ദൈവം എന്നെ ഉപയോഗിക്കും, നിന്നാൽ പടക്കൂട്ടങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തിട്ട് അവിടെ ചെന്ന് പല്ലും നഖവും കൈ ഒടിഞ്ഞു പറഞ്ഞ് തിരിച്ചു പോകുമെന്ന് പറയുന്ന ചിലരുണ്ടല്ലോ. ആമേൻ. വിശുദ്ധന്മാരാണ് നിന്നാൽ പടക്കൂട്ടങ്ങൾക്ക് പാഞ്ഞെടുക്കും, എന്റെ ദൈവത്താൽ അതിൽ ചാടി കടക്കും. അത് വിശുദ്ധന്റെ കാര്യമാണ്. ഇവനൊക്കെ ചെന്ന് തീരുക എന്ന കാര്യം തീരുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. നിരപ്പില്ലാത്ത ശുശ്രൂഷ എല്ലാം നാശത്തിൽ കൊണ്ട് എത്തിക്കും. ഇവിടെ പത്രോസ് വലിയ അപ്പോസ്തലനാ അല്ലെ, കർത്താവിന്റെ കൂടെ ഇരുന്ന ആളിൽ പ്രായത്തിൽ മൂപ്പൻ, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഈ പത്രോസ് ശുശ്രൂഷ തുടങ്ങുന്ന മുമ്പ് പറയുന്നത് കണ്ടോ? അവര് പറയുന്നത് യഹൂദന്മാർക്ക് അവിടെ പറയുന്നത് എന്താണ്? അന്യജാതിക്കാരുടെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം. 28 മുഴുവനോടെ വായിക്ക്. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവരുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നു. കണ്ടോ? നിങ്ങൾ അറിയുന്നില്ല. അതായത് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പൊതുവായിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന ചില കെട്ടുപാടുകളും വ്യവസ്ഥകളും ഉണ്ട്. അതിനെ ഇടിച്ചിട്ട് വേണം കേട്ടോ ശുശ്രൂഷ തുടങ്ങാൻ. ചിലരിതിന് തയ്യാറല്ല. ചില സംഘടനകൾ, ചില ജാതീയ സംഘടന ഇതൊന്നും സമ്മതിക്കത്തില്ല. ചില പ്രത്യേക ജാതികൾ കൂടുന്നതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് അല്ലേ? പ്രത്യേക കളർ കൂടിയവരല്ല ഒരു ഗ്രൂപ്പ്, കളർ കുറഞ്ഞവരല്ല ഒരു ഗ്രൂപ്പ്. ഇവരെല്ലാം ഇങ്ങനെ ഗ്രൂപ്പ് കളിക്കുക. ശ്രദ്ധിക്കണേ, ഇതിനെ ഇടിക്കാതെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. ആ വാക്യം ശ്രദ്ധിക്കണം. അവിടെ വാക്യം ശ്രദ്ധിക്കണം. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? ഇവിടെ നിയോഗത്താൽ ദൈവം അയക്കുകയാണ് പത്രോസിനെ. അവിടെ അയക്കപ്പെടുന്ന പത്രോസ് അത് പ്രത്യേക സാഹചര്യത്തിൽ എരിവ് വരുത്തുകയാണ് ദൈവം. ഇപ്പൊ എരിവ് വരുത്തി കഴിഞ്ഞപ്പോൾ കണ്ട റിസൾട്ട് ശ്രദ്ധിച്ചോ? എന്താ അവിടെ പറയുന്നത്? അവിടെ വായിക്കുന്ന അവനോട് അന്യജാതിക്കാരന്റെ അടുക്കൽ കണ്ട എരിവ് വന്നപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചോ? എരിവില്ല. എന്തുകൊണ്ടാ ഈ ശുശ്രൂഷകളുടെ എരിവില്ലാതെ പോകുന്നറിയോ? നീ ഇടിക്കേണ്ടത് ഇന്നും ഇടിക്കാതിരിക്കുന്നത് കൊണ്ടാണ് എരിവില്ലാത്തത്. ഇടിച്ചു കളയേണ്ടതിനെ ഇടിച്ചു കളയാത്തത് കൊണ്ട് ആത്മീകത്തിൽ എരിവില്ല. ഇതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ ടൈറ്റിൽ. വേണം എഴുതി വെച്ചോ. ആമേൻ. ഇടിച്ചു കളയേണ്ടതിനെ ഇടിച്ചു കളയാത്തത് കൊണ്ടാണ് ശുശ്രൂഷയിൽ എരിവില്ലാത്തത്. ആമേൻ. എഴുതി വെച്ചോ അത്. ആമേൻ. വായിച്ചാട്ടെ. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവരുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതായത് വ്യക്തിപരമായ വെളിപ്പാട് അവിടെ പത്രോസ് വെളിപ്പെടുത്തി. വ്യക്തിപരമായി കിട്ടിയ ദർശനം വെളിപ്പെടുത്തി. നമ്മളാണെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. എൻ്റെ കൂടെ പണ്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ ഒരിടത്ത് ഒരു യോഗത്തിന് മീറ്റിങ്ങിന് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് ഞാൻ പറഞ്ഞു ബ്രദറെ, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന വിഷയം പറയാനായിട്ട് ഇടപെടുന്നുണ്ട്, ഞാനത് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് അയ്യോ ബ്രദറെ അങ്ങനെയൊന്നും പറയരുത്, അവിടെ വലിയ വിഷയം ഉണ്ടാവും. ഇന്നും അവൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഒരു ഗുണമില്ലാതെ. ശ്രദ്ധിക്കണം കേട്ടോ. ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന നൽകിയാൽ അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് ഏൽപ്പിച്ചിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പ്രാപിച്ച അഭിഷിക്തൻ. ആമേൻ. പത്രോസ് അവിടെ പറയുന്ന കാര്യമാണ്. എന്താ പറഞ്ഞത്? എന്നെ ദൈവം അങ്ങനെ അല്ല എന്ന് പഠിപ്പിച്ചിരിക്കുന്നു, കാണിച്ചു തന്നിരിക്കുന്ന. എത്ര പേര് ധൈര്യപ്പെട്ട് പറയും സാധിക്കുന്നുണ്ട്? പലതും വെച്ച് മനസ്സിലാകുന്നുണ്ടോ? എന്താ പറയുന്നത്? എന്താ വേലി തന്നെ വിളവ് തിന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഒരു കാലഘട്ടത്ത് ഈ വേലിക്ക് ആവശ്യമായിരുന്നു വെച്ചോ. ഇന്ന് വേലി പൊളിച്ചു കളയേണ്ട കാലമായേക്കോ. ദൈവം ഈ വേലി പൊളിച്ച് കളയുക തന്നെ ചെയ്യും. ആമേൻ. എന്താണ് അവിടെ വായിക്കുന്നത്? നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിര് പറയാതെ വന്നത് അടുത്തത് എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോ ഈ ചെല്ലുന്ന അപ്പോസ്തലനാകുന്ന പത്രോസിന് താൻ പോകണമെന്ന് കാണുന്ന ദർശനമേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യണോന്നുള്ള ദർശനം കിട്ടിയിട്ടില്ല.
ശ്രദ്ധിക്കണം, ചിലരൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങോട്ട് വരും തുടങ്ങി എല്ലാം വെളിപ്പെട്ടിട്ടാ വരുന്നത്. അങ്ങനെയൊന്നുമല്ല, എല്ലാം വെളിപ്പെട്ടിട്ടൊന്നുമല്ല വരുന്നത്. ചിലത് സമൂഹം അല്ലെ ചെല്ലുന്ന ജനം ഇടപെടേണ്ട മേഖലകളുണ്ട്, സംസാരിക്കേണ്ട വിഷയങ്ങളുണ്ട്. ചിലർ വന്നിട്ട് പറയും ഞാൻ ഒന്നും പറയില്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ സകല കാര്യം വെളിപ്പെടുത്തണ്ട. നിന്നെക്കാളും വിളിച്ചത് നീ എന്തോ മുടിഞ്ഞ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ മറയ്ക്കുന്നത്. നീ എന്താ ആദാമിനേക്കാളും വലിയ ഇലയെടുത്ത് തുന്നി വേണം നീ നടക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഏതോ തോട്ടത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കും പടിഞ്ഞാറും നീ ഓടേണ്ടി വരും ഈ അവസ്ഥയിലാണെങ്കിൽ. അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ പത്രോസ് പറയുന്നു എന്നെ ഇവിടെ ഇങ്ങോട്ട് വരുവാനാണ്, അല്ലെ ഇങ്ങോട്ട് ചെല്ലുവാനാണ് ആഹ്വാനമുള്ളൂ. എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നുള്ളത് ആലോചന ലഭിച്ചിട്ടില്ല. ആമേൻ. അപ്പോൾ ആ ശുശ്രൂഷ അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അവര് വായ തുറന്ന് പറയണം, എന്ത് വേണമെന്ന് പറയണം. ശ്രദ്ധിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. നാലാം നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കുക. അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ദർശനം കണ്ടത് ആരാ? കൊർന്നല്യോസ കാണുന്നേ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ അപ്പോസ്തലനല്ലേ, ഞാൻ ഇവിടെ വലിയ വീരവാദം പറയാൻ വരുമ്പോ മറ്റൊരുത്തും ദർശനം കണ്ട കാര്യം എനിക്ക് കേൾക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? എരിവ് കൊടുക്കുന്നുണ്ടോ ദൈവം? എങ്ങനെയാന്ന്? നീ വലിയ വീരശൂര പരാക്രമി അല്ലേ, നമ്മുടെ നാട്ടുഭാഷ പറയാം, വീരശൂര പരാക്രമി. അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ മറ്റൊരു രക്ഷിക്കപ്പെടത്തില്ല, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, അവൻ അവിടെ ദൂതന്റെ ദർശനം കണ്ടിട്ട് ഇരിക്കുകയാണെന്ന്. അങ്ങനെയുള്ള നമ്മളൊക്കെയാണ് പറയും, അതെ യേശുവിന്റെ നാമത്തിൽ എന്നെ ശാസിച്ചേക്കാൻ പറയും. അത് വേറെയാണ്, വേറെ സ്പിരിറ്റ്. എന്നാ എന്നെക്കാളും വലിയ സ്പിരിറ്റ് ഉണ്ടോ? അല്ലെ, ഞാനിവിടെ വന്ന് നിൽക്കേണ്ട വെള്ളത്തിലൊക്കെ കാണിക്കേണ്ടതല്ലേ? ഇങ്ങനെയുള്ള കുറെ ഇത് ചിന്തിക്കണം. ചിലർക്ക് മറ്റൊരുവൻ ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടുന്നോ ദൈവിക ആലോചന ലഭിച്ചതോ കേട്ടാൽ ദഹിക്കാത്തവരുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ എരിവ് അകത്ത് കിട്ടാത്തവനാണ് ഈ കൊക്കിക്കൊണ്ടിരിക്കുന്നത്. കൊക്കലുള്ളവനല്ല, ഈ അകത്തുനിന്ന് ഈ ഡൈജസ്റ്റ് ചെയ്യാത്ത കൊക്കിക്കളയും അല്ലേ? അല്ലെ, ആർക്കാ പ്രശ്നം എന്നറിയാമോ? അകത്ത് സംഭവം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആമേൻ. ഇവിടെ കൊർന്നല്യോസ് അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, മാത്രം ജാതിയനുമാണ്. അവൻ ദൂതന്റെ ദർശനം കേട്ടു. ദർശനത്തിൽ എന്താണ് പറഞ്ഞത്? നീ ഇന്നടത്ത് തോൽക്കൊല്ലനാകുന്ന ശീമോന്റെ വീട്ടിൽ ജീവിക്കുന്ന ശീമോൻ മറുപേരുള്ള പത്രോസിനെ വിളിച്ചു കൊണ്ടുപോവാ. ഇതാണ് ദൂത്. നമ്മളാണെങ്കിൽ പറയും, ആഹാ കൊള്ളാലോ. അപ്പൊ ഇനി ഇവനെ പ്രാർത്ഥിക്കാൻ കൊടുക്കരുത്, സങ്കീർത്തനം കൊടുക്കരുത്, 10 മിനിറ്റ് സാക്ഷ്യം കൊടുക്കാൻ പാടില്ല, വർഷിപ്പ് ലീഡ് ചെയ്യാനൊന്നും കൊടുക്കരുത്, ഫ്രണ്ട് പുറകെ നിർത്തിയേക്കണം, മൈക്ക് കൊടുക്കണം, കൈയടിച്ച് വേണേ പാടിക്കോട്ടെ. ഇങ്ങനെയല്ലേ നമ്മളൊക്കെ വളരുന്നത്. ഹല്ലേലൂയ. അപ്പൊ കൊർന്നല്യോസ് ആണെങ്കിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പത്രോസ്, നമ്മുടെ ഇടയിലെ പത്രോസുമാർ ഇങ്ങനെ പറഞ്ഞു, അവൻ സ്തോത്രം ഒന്നും കൊടുക്കണ്ട കേട്ടോ, അങ്ങോട്ട് നോക്കണ്ട, എടാ നീ എരിഞ്ഞ് നീ തീരും. പിന്നെ ദൈവം ചിലതിനെ തള്ളിയിട്ടിരിക്കുക, കാര്യം നന്നാക്കാൻ പറ്റാത്തതുകൊണ്ട് തള്ളിയിട്ടിരിക്കുകയാണ് കേട്ടോ. പത്രോസിന് വന്ന് എരിവ് ശ്രദ്ധിക്കും. ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഞാൻ തിരിച്ചൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് ആ ദർശനം പത്രോസിന് കൊടുത്തത്? ദർശനം കൊടുക്കുമ്പോൾ ദൈവം വിശദീകരിച്ചു എന്ന് പറയുമ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എന്റെ ഇടപെടലുള്ള ജാതി ഇവിടെ കിടപ്പുണ്ട്, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ആമേൻ സ്തോത്രം, എന്റെ ആലോചന അനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ അവിടെ ഉണ്ട്. അവർ സ്നാനപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ, അഭിഷേകം പ്രാപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ പത്രോസ് ആണെങ്കിൽ അവനെ ഒന്ന് ഒതുക്കി മെരുക്കി എടുക്കാതെ, മകനെ ഈ ദർശനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട നീ പതറിപ്പോവും. അതല്ലേ വിഷയം. പത്രോസ് അത് കേട്ട പതറിപ്പോ. അതെങ്ങനെ? ഞങ്ങൾ അഭിഷേകം പ്രാപിച്ച് നിൽക്കുമ്പോ ദൈവം വേറെ വഴിയായിട്ട് ഇടപെടുകയോ? ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട് ഇതിനകത്ത്. വായിച്ചാട്ടെ. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കുക. അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. ശ്രദ്ധിക്കണം കേട്ടോ, കൊർന്നല്യോസിന്റെ ഭാഗം ക്ലിയറാണ്. പക്ഷെ പത്രോസ് ക്ലിയർ ആണോ? അല്ല. പത്രോസിന് നീ വന്ന ഉപകാരം കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വായ് തുറന്നു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല. കണ്ടോ എരിവ് കയറി? അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ?
അകത്ത് എരിവ് കയറിയപ്പോ പത്രോസിന്റെ അടുത്ത വാക്ക് ദൈവത്തിന് മുഖപക്ഷം നമ്മളാണെ പറയുവോ? ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങ് അവിടെ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് വന്ന അഭിഷിക്തന്മാരാണ്. ഞങ്ങൾ ഇങ്ങോട്ട് സൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഡിഗ്നിറ്റി കൂടും. അവിടെ മുഖപക്ഷമൊക്കെ ഉണ്ട്. നിന്നോട് ഇടപെടുന്നു. നിനക്ക് ദർശനം കണ്ടാൽ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ കുമ്പനാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ കിടക്കുന്നവർ കാണുന്നതാണ്. ശരിയായ ദർശനം. മകനെ, നീ കുഴച്ചില്ലാകും. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. ഈ വിധത്തിലുള്ളവർ ഈ വിധത്തിലുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് പലരും ഇന്ന് ദൈവകൃപയിൽ വളരാതെ കിടക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല. എത്ര പേര് അംഗീകരിക്കുന്നത്? നമ്മുടെ വിശ്വാസങ്ങളൊക്കെ എത്ര പേര് അംഗീകരിക്കും? ദൈവത്തിന് മുഖപക്ഷമില്ല. മുഖപക്ഷമില്ല. കാര്യം ആകാശം മാറിയാലും ഭൂമി നീങ്ങിപ്പോയാലും അവന്റെ വചനം ഒരു നാളും മാറുകയില്ല. വായിച്ചാട്ടെ. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഇപ്പോൾ ഗ്രഹിക്കുക. അപ്പൊ അകത്ത് എരിവ് കയറിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അത് നമുക്ക് മനസ്സിലാവും. 11-ാം അധ്യായത്തിൽ നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ അതിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം അതിന്റെ 5 മുതൽ വായിച്ച 11-ന്റെ 5 മുതൽ. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടി ഇറക്കിയ വലിയ കുപ്പട്ടി പോലെ ഒരു പാത്രം എന്റെ അടുക്കലോളം വന്നു. അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവുകളെയും കണ്ടു. പത്രോസേ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന് എന്നോട് പറയുന്നൊരു ശബ്ദവും കേട്ടു. അതായത് എന്താ അർത്ഥം? അതായത് ദർശനത്തിലാണെങ്കിലും അവൻ ചിന്തിച്ചു വെച്ചിരുന്ന അറിവിന് എതിരായിട്ട് ഒരു അറ്റംപ്റ്റ് ദൈവസന്നിധിയിൽ നിന്ന് വരികയാണ്. ന്യായപ്രമാണപ്രകാരം അശുദ്ധമെന്ന് വിധി എഴുതിയിരിക്കുന്ന സകല മൃഗങ്ങളെ ഒരു ദുപ്പട്ടിയിൽ ഇറക്കി കാണിച്ചു കൊടുത്ത് അറുത്ത് തിന്നുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും യഹൂദനക്ക് പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇതെന്താണ് ഈ കാഴ്ച എന്ന് കണ്ട് അവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ എരിവ് എങ്ങനെ ദൈവം വരുത്തുമെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചില അസാധാരണമായ അനുഭവങ്ങൾ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇത് ദൈവത്താൽ നിനക്ക് ഈ എരിവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ദൈവം എരിവ് വരുത്തുന്ന ദൈവമാണ്. വായിച്ചാട്ടെ. ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും തന്നെ എന്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന് ദൈവം ശുദ്ധീകരിച്ചത് ഈ മലിനം എന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം. ആ പദത്തിന്റെ അർത്ഥം എന്നാന്നറിയാവോ? അപ്പുറത്തൊരു കൊർന്നല്യോസ് എന്നൊരു ഭക്തനുണ്ട്. പത്രോസേ, ഞാൻ അവന്റെ പ്രാർത്ഥനയും അപേക്ഷയും എല്ലാം എന്റെ സന്നിധിയിൽ കയറി വന്നിരിക്കുന്നു. ഞാൻ അവനെ വിശദീകരിച്ചിരിക്കുകയാണ്. പത്രോസേ, നിനക്കത് അറിയാവോ? ഇല്ല, എനിക്കത് അറിയത്തില്ല. നീ എന്തുകൊണ്ട് അറിയാതിരിക്കുന്നത്? മറ്റൊന്നുമല്ല, എന്റെ ഹൃദയത്തിൽ ഒരു മൂടുപടം കിടപ്പുണ്ട്. ന്യായപ്രമാണത്തിന്റെ അവസാനമാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ന്യായപ്രമാണ പ്രകാരം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതിനെ നിനക്ക് അറുത്ത് തിന്നാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് എന്നാ സ്വന്തം മറ്റൊരു ജാതിയിലേക്ക് ഞാൻ സുവിശേഷമായിട്ട് പോകത്തില്ല. അപ്പോൾ അത് ദൈവരാജ്യം പറഞ്ഞു, അത് പറ്റത്തില്ല. എരിവിത നിന്റെ ഹൃദയത്തിലേക്ക് നൽകുകയാണ്. ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. കണ്ടോ ട്രീറ്റ്മെന്റ്? ശ്രദ്ധിച്ചോ എങ്ങനെയാന്ന്? ഈ ട്രീറ്റ്മെന്റിലൂടെ പോകുന്നവനെ ദൈവനാമത്തിന് ഉപയോഗിക്കപ്പെടത്തുള്ളൂ. ഈ എരിവിലൂടെ ഈ തലമുറയിലും ചിലർ എഴുന്നേറ്റാലേ ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് വരികയുള്ളൂ. ഹല്ലേലൂയ. ഹൃദയത്തിൽ മൂടുപടവും പ്രമാണം അനുസരിച്ച് ജാതികൾ തിരിഞ്ഞു നിൽക്കുകയും ദൈവം വിശുദ്ധീകരിച്ചതിന് മലിനമെന്ന് എണ്ണരുത്, അതിനെ മലിനം എണ്ണുന്ന സ്വഭാവവും പത്രോസ് പറഞ്ഞു. ദൈവത്തിന് മുഖപക്ഷമില്ല. മുഖപക്ഷം പിടിക്കുന്നതൊന്നും ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് പത്രോസ് പറഞ്ഞിട്ട് ശ്രദ്ധിച്ച അടുത്ത വാക്യം വായിക്കുന്നെന്താണ്? ഇത് 3 പ്രാവശ്യം ഉണ്ടായി. പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ കൈസരിയിൽ നിന്ന് എന്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ പാർത്ത വീടിന്റെ മുമ്പിൽ നിന്നിരുന്നു. ശ്രദ്ധിക്കണം. അപ്പോൾ 2 കണക്ഷൻ ശ്രദ്ധിക്കണം. ഉപയോഗിക്കപ്പെടേണ്ടവനെ ദൈവം എരിവ് വരുത്താൻ നല്ല തല്ല് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് അവിടെ ഇരുത്തുകയാണ്.
പലയിടത്തിരിക്കുക. പക്ഷെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് മാത്രം ആലോചനയിൽ ഇത് അനുഭവിക്കുന്നവർക്ക് ഇത് പറയാൻ കഴിയത്തുള്ളൂ. പലതും നമ്മളെ ദൈവം പ്രിപ്പയർ ചെയ്തിരുത്തും. പക്ഷെ എവിടെ പോകണമെന്നുള്ള ആലോചന, അവിടെ ചെന്നാൽ എന്ത് ചെയ്യണമെന്ന് മാത്രം അറിയത്തില്ല, എന്ത് പ്രസംഗിക്കണമെന്ന് അറിയത്തില്ല. ഈ അനുഭവം ഉള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ആമേ. ദൈവം ഒരുക്കി നിർത്തും. എന്ത് പോയി പ്രസംഗിക്കണമെന്ന് ദൈവം പറയില്ല. ആ ആലോചനയില്ല. ഒറ്റക്കാര്യം നീ അവരുടെ കൂടെ പോ. ദൈവം പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് നീ പോ, അവരോട് കൂടെ ഒപ്പം പോ, ഇന്ന സ്ഥലത്ത് ഇന്ന ഇടത്ത് ചെല്ലുവോ, ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയും. ഈ ആലോചന കേട്ടിട്ടുള്ളവരോടാണ് ഞാൻ ഇന്ന് പറഞ്ഞ സംസാരിക്കുന്നത്. വായിച്ചാട്ടെ. അപ്പോൾ തന്നെ കൈസരിയിൽ നിന്ന് എന്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ വാർത്ത വീടിന്റെ മുമ്പിൽ നിന്നിരുന്നു. ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് പത്രോസിനോടാ പറഞ്ഞത്. കൂടത്തിൽ ഒരു 6 പേര് പോകുന്നുണ്ട്. അവര് കേട്ടില്ലേ ഇത്? വന്നത് 3 പേർ. പത്രോസ് പറയുന്നിടത്ത് കൂടെയുള്ളവരും പോകണം. അവരും യഹൂദന്മാരാണ്. അപ്പോൾ ദൈവശബ്ദം കേട്ടത് പത്രോസ് മാത്രം. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു ആലോചന കൂട്ടത്തിൽ ഒരുത്തനെ കിട്ടത്തുള്ളൂ. എല്ലാവരും ഒന്നും കിട്ടത്തില്ല. ഞങ്ങളെല്ലാം ദൈവത്തിന് പറഞ്ഞുകൊണ്ടിരിക്കാൻ കൊള്ളാം കുഞ്ഞെ. ഇത് വചനം വായിക്കുമ്പോൾ അങ്ങനെ തന്നെ കാണുന്നത്. വിളിക്കപ്പെടാൻ ആരെയാണോ ദൈവം വിളിച്ചത് അവനോട് ദൈവം തന്റെ കൽപ്പനകളെ അറിയിച്ചിരിക്കും. ആമേൻ. അല്ല, എല്ലാവരോടും അല്ല. എല്ലാവരും പ്രവാചകന്മാരല്ല. എല്ലാവരും അപ്പോസ്തലന്മാരല്ല. നിങ്ങളിൽ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി ദൈവം വിളിച്ചിരിക്കുകയാണ്. ചിലരെ ഉള്ള, എല്ലാവരും ഇല്ല. കൂടെ 6 പേര് പോകുന്നുണ്ട് പത്രോസിന്റെ കൂടെ. വായിച്ചേ. ഈ 6 സഹോദരന്മാരും കണ്ട, എന്നോട് കൂടെ പോന്നു. ഇത് കൊർന്നല്യോസിനോടാ പറയുന്നത്. കൂടെയുള്ള യഹൂദന്മാരോട് ഇത് റിപ്ലൈ ചെയ്യാണ്. അവര് കണ്ടു, എന്റെ കൂടെ വന്ന 6 കണ്ടു. നമ്മളെ എല്ലാവരും കൂടെ കൂടിയിരുന്ന യഹൂദന്മാരെല്ലാം കൂടെ കൂടിയിരുന്നിട്ട് മറ്റൊരു ജാതിയുടെ അടുത്ത് പോകരുതെന്നൊക്കെ പറയുകയും പ്രാർത്ഥിക്കുകയും ഇനി അടുത്ത സിനഗോഗൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരാ ഇവര്. സിനഗോഗ് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സിനഗോഗ് വെച്ച് പ്രാർത്ഥിക്കുക എന്നാ അവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ റൂട്ടിൽ ഒരു സിനഗോഗ് ഉണ്ട്. സ്തോത്രം. നമുക്ക് ഇന്ന് അവരെ വെച്ച് പ്രാർത്ഥിക്കണം. ൂപ്പാട് തെറ്റും. എരിവ് വരട്ടെ മകനെ, നീ ആശ വെച്ചവനൊക്കെ നിന്റെ കൂടെ നിന്റെ കഷത്തിൽ ചാടി പോകുമ്പോഴാണ് നീ പഠിക്കുള്ളൂ. നടന്നത് അതൊക്കെയല്ലേ. ആശിച്ചിരുന്ന പലരും ചാടിപ്പോയി. എന്തുകൊണ്ടാ? ഇത് ദൈവത്താൽ സംഭവിച്ചതാണത്. വായിച്ചാട്ടെ. ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു. ആ പുരുഷന്റെ വീട്ടിൽ കണ്ടോ, പുരുഷന്റെ വീട്ടിൽ ചെന്നു. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക, നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും. അതായത് എന്താ ഇത്? കൊർന്നല്യോസ കേട്ടത്. പത്രോസ് വന്നിട്ട് കൊർന്നല്യോസ് രക്ഷിക്കപ്പെടാനുള്ള വചനം പത്രോസിലൂടെ വരുമെന്ന് കൊർന്നല്യോസ് കേട്ടു. പത്രോസ് കേട്ടില്ല. അത് ഭയങ്കരമാണല്ലോ. നമ്മളൊക്കെയാണ് എന്നാ പറയുന്നത്? ഓ, എന്നെ അയച്ചപ്പോ തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു, ഇന്ന വാക്ക് പറയണം. ശരിയാണ്. പക്ഷെ ചില കേസുകൾ അങ്ങനെയല്ല. നീ ചെല്ലുമ്പോൾ നീ ആരാണെന്ന് വെളിപ്പെടാൻ അവരിൽ ചിലർക്ക് ദർശനങ്ങളെ കൊടുത്ത് വരുന്ന നീ പ്രസംഗിക്കുന്ന വിഷയം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ നീയാണ് അവരുടെ ചെല്ലേണ്ടതെന്ന് ദൈവം അവിടെ സാക്ഷ്യം കൊടുക്കുകയാണ്. അതൊക്കെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇതിലിവിടെ ഇങ്ങോട്ട് കെട്ടിയിറങ്ങി ചെല്ലുകല്ലേ. ആരെങ്കിലും മണിയടിച്ചൊന്നും ചെന്ന് കയറുന്നതല്ലെന്നേ ശുശ്രൂഷ എന്ന് പറയുന്നത്. നിയോഗത്താൽ ചെല്ലണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന ലഭിച്ചിട്ട് ചെല്ലണം. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ ചാടി സഞ്ചിയായിട്ട് ഇറങ്ങല്ല. കൊർന്നല്യോസിനെ ഫോണിൽ വിളിക്കട്ടെന്നേ. കൊർന്നല്യോസ് വിളിക്കട്ടെന്നേ. തന്റെ ദൂതന്മാരെ അയക്കട്ടെന്നേ. ദൂതന്മാരുടെ വീട്ടിലും പ്രാർത്ഥന നടക്കണ്ടേ? വേണം. നീ എന്താ പ്രസംഗിക്കേണ്ടത് അതെനിക്കറിയത്തില്ല. നിനക്ക് പിന്നെ അറിയാൻ തന്നെ. ഞാനൊരു ദർശനം കണ്ടു. 4 വശം കെട്ടിയിറക്കുന്ന തുപ്പട്ടി ഉണ്ടായിരുന്നു. ആ തുപ്പട്ടിയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്ന കാര്യങ്ങൾ എന്നോട് അർത്ഥം തിന്നാൻ പറഞ്ഞു. ഇത് നിനക്കറിയത്തുള്ളൂ, എനിക്കറിയത്തുള്ളൂ. പിന്നെ കൂടെ ഉള്ളവരോട് പറഞ്ഞു ഇല്ല, അത് പറഞ്ഞ് അവിടെ കിടന്നപ്പോ വഴക്കുണ്ടാവും. പോകുന്നതിന് മുമ്പാണ് 6 പേരോട് ഇക്കാര്യം പറഞ്ഞെങ്കിലോ, ഇങ്ങനെ ഒരു ദർശനം കണ്ടു ഞാൻ, അതുകൊണ്ട് വരുന്നവരുടെ കൂടെ പോണെന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവർ ഞാൻ വരുന്നില്ലെന്ന് പറയും അല്ലേ? അതിലും നല്ലത് എന്താ? വിളിക്കുന്ന ഉടനെ പോകാനേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അവരുടെ കൂടെ പോകാം. ചിലതൊക്കെ മറച്ചു വെച്ചാലേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. മനസ്സിലാവുന്നു? ചിലതൊക്കെ പറയരുത്. ചിലതൊന്നും പലരെ അറിയിക്കരുത്. അറിയിക്കാതെയും പറയാതെയും വേണം മുമ്പോട്ട് പോകാൻ. കൂടെ നിൽക്കുന്ന പലതും ദൈവത്തെ അറിഞ്ഞിട്ടൊന്നും അല്ല കൂടെ ഇറങ്ങുന്നത്, ദൈവത്തെ അനുഭവിച്ചിട്ടുമല്ല കൂടെ നിൽക്കുന്നത്. വായിച്ചാട്ടെ. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ
നമ്മുടെ മേൽ എന്ന പോലെ ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പത്രോസ് അവിടെ പറഞ്ഞു അല്ലേ? നമ്മളെ 10-ാം 11 വായിച്ചാൽ മറിക്കേണ്ട 10-ാം നമ്മൾ കണ്ട ആ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞ അന്യജാതിക്കാരുടെ അടുക്കൽ ചെല്ലുന്നതും അവരുമായി പെരുമാറ്റം ചെയ്യുന്ന യഹൂദ നിഷേധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ? എങ്കിലും അറിയുന്ന പോലെ എങ്കിലും ഒരു മനുഷ്യൻ മലിന അശുദ്ധന് എന്ന് പറയുന്നത് ദൈവം എനിക്ക് കാണിച്ചെന്ന് അവിടെ നിരന്നു. പത്രോസ് നിരന്നു. അടുത്തത് സ്തോത്രം അവിടെ വായിക്കുന്ന കാര്യം എന്താണ്? അവിടെ പത്രോസ് പറയുന്ന ഒരു കാര്യം എന്താണ്? സ്തോത്രം ഹാളല്ല, ദൈവത്തിന് മുഖപക്ഷമില്ല അല്ലേ? അവിടെ വായിക്കുന്ന എന്താണ്? ആ, അത് എത്രാം വാക്യമാണ്? 34. കണ്ടോ? അവിടെ വായിക്കുന്നത് അപ്പോൾ പത്രോസ് വായു തുറന്നു പറഞ്ഞു തുടങ്ങി ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. കണ്ടോ? നീതി പ്രവർത്തിക്കുന്നവനെ അംഗീകരിക്കുന്നു. നീ സമുദായത്തിലാണെങ്കിലും മകനെ, നീ ഭക്തിയോടുകൂടെ ഇരുന്ന സത്യത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നീ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിന്റെ സമയത്തിൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഈ രക്ഷയിലേക്ക് വരെ ഒരു കാരണമുണ്ട്. ആമേൻ. കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോ അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കുന്നവനും കുറ്റം പറയുന്നവനും ഇടവകയെ പോയി നുണ പറയുന്നവനൊക്കെ ഉണ്ട്. അവന്റെ നടുവിൽ നിന്ന് പത്രോസിലൂടെ വെളിപ്പെട്ട് വരുന്ന സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷ നിമിത്തം നിന്റെ അന്യായ മുഖങ്ങളിൽ ഒടിച്ച് നീ പുറത്തു വരേണ്ടത് വളരെ ആവശ്യമാണ്. മനസ്സിലാകുന്നുണ്ട്? അവിടെ നിരപ്പിന്റെ വചനം വെളിപ്പെട്ടപ്പോഴാണ് നോക്കണം പരിശുദ്ധാത്മാവ് ആദിയിൽ എന്ന പോലെ ഇടപെട്ടത്. ഇന്നും പരിശുദ്ധാത്മാവിന് ശക്തമായ നിറവിനും ഉണർവിനും വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ പത്രോസ് പറഞ്ഞ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഈ സഭകളുടെ അകത്തെല്ലാം മുഴങ്ങിയാൽ ശക്തമായിട്ടും ഒരു പിന്മഴ ഉണ്ടാകും. ശക്തമായിട്ടൊരു പിന്മഴ ഉണ്ടാകും. ആമേൻ. പക്ഷേ ഇന്ന് പലപ്പോഴും അതല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധി ശ്രദ്ധിക്കണം. സ്വന്തം മനുഷ്യൻ സ്വന്തം ദൈവം വിശുദ്ധീകരിച്ച മനുഷ്യൻ മലിനമെന്ന് എണ്ണരുത്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോഴാണ് ആദികൾ എന്ന വണ്ണം ദൈവയുടെ പ്രവൃത്തിക്ക് ഇടയായിത്തീരുന്നത്. അപ്പോൾ ദൈവം എരിവ് വരുത്തുന്ന ദൈവമാണ്. ദൈവം മൂഢജാതിയെ കൊണ്ട് നിനക്ക് എരിവ് വരുത്തും. മൂഢജാതിയെ കൊണ്ട് നിനക്ക് ദൈവം എരിവ് വരുത്തുന്ന ദൈവം തന്നെയാണ് നമുക്കുള്ളത്. മൂഢജാതിയെ കൊണ്ട് ദൈവം നിനക്ക് എരിവ് വരുത്തും. അങ്ങനെയല്ലേ സഹോദര ആ വാക്യം വായിക്കുന്നത്? ആളുകൾ എവിടെ വായിക്കുന്നത്? ജനമല്ലാത്തവരെ ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിനക്ക് കോപം ജനിപ്പിക്കും. ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മെ ഓരോരുത്തരും രക്ഷിച്ചതിന്റെ പിന്നിലെ പദ്ധതി എന്താണെന്നറിയാവോ? നമുക്ക് ചുറ്റുമുള്ള പലരുമുണ്ട്. അവർക്ക് എരിവ് വരേണ്ടതിനും അവർക്ക് കോപം ജനിക്കേണ്ടതിനുമാണ് മകനെ മകളെ എന്നെയും നിന്നെയും ദൈവം രക്ഷിച്ചിരിക്കുന്നത്. അത് വെളിപ്പെടുത്തുന്ന ദിവസമുണ്ട്. ആമേൻ. ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ സ്വന്തം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എരിവ് വരുത്തുമാറാകട്ടെ ദൈവം. നമ്മുടെ ആത്മീകത്തിലും നമ്മുടെ ജീവിതത്തിലും ദൈവം എരിവ് വരുത്തി ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് സ്വർഗം തീർക്കുമാറാകട്ടെ. ഈ വചനങ്ങളെ സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം കേട്ട ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ വ്യക്തിപരമായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവ്